വൻപാവഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻപാവഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നീതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നീതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ സ്തുതിക്കട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. അത് പഠിക്കേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാഴ്ത്തുവാൻ, സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ ഉന്നതനാണ്. അവനെ നമുക്ക് വണങ്ങിക്കൊണ്ട്, നമുക്ക് അവനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വന്നു ചേർന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. കൂടുതൽ ലേഖനം നമ്മൾ വായിച്ച ആ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചതിന് ശേഷം നമുക്ക് വേഗത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാം. പെട്ടെന്ന് വായിച്ചാൽ ഈ മക്കളെ യൂദ എഴുതിയത് പുറത്തുള്ളവർക്ക് വേണ്ടിയാണോ അകത്തുള്ളവർക്ക് വേണ്ടിയാണോ? പുറത്തുള്ളവർക്ക് വേണ്ടിയാണോ അകത്തുള്ളവർക്ക് വേണ്ടിയാണോ എഴുതിയത്? യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ നമ്മുടെ ഏകനാഥനും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് അഭക്തിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം ഇതിൻ്റെ അകത്തുണ്ട്. അവരെ നുഴഞ്ഞു കയറി വന്നതാണെന്നാണ് യൂദ പറയുന്നത്. ഇന്നും പെന്തക്കോസ്ത് കോളത്തിന്റെ ഏറ്റവും വലിയ ശാപം രക്ഷിക്കപ്പെടാത്ത, വിശുദ്ധിയും വേർപാടും എന്തെന്ന് അറിയാത്ത, കാര്യസാധ്യത്തിനും പണസമ്പാദത്തിനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുന്ന പാസ്റ്റർമാരുണ്ട്. ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുന്ന വിശ്വാസികളുണ്ട്. വിശുദ്ധിയും വേർപാടും ഇല്ലാതെ ജാതികളുടെ മുമ്പിൽ പേക്കൂത്ത് കാണിച്ച് ദൈവങ്ങളെ ഈ നാമത്തെ, ഈ ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒത്തിരി ആൾക്കാര് ഇന്നും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവർക്ക് ആവശ്യം വിശുദ്ധിയല്ല, അവർക്ക് ആവശ്യം വേർപാടല്ല, അവർക്ക് വേണ്ടത് കാശാണ്. കാശിന് വേണ്ടി കർത്താവിന്റെ ആ നാമത്തെ തകർത്ത് കളയുവാൻ ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ ഒരു കൂട്ടം നീങ്ങുണ്ട്. അവർക്ക് പദവിയും അധികാരവും അവർക്ക് പണവുമാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ രക്ഷിക്കപ്പെട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളോട് യൂദ പറയുകയാണ്, ഇത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ട കാലമാണ്. പോരാടിയില്ലെങ്കിൽ നമ്മെ തകർക്കുന്ന ദുഷ്ടപിശാച് അവരിൽ വന്നിരിക്കുന്ന അതേ പിന്മാറ്റം നമ്മളിലേക്കും വ്യാപരിക്കാൻ സാധ്യമുണ്ട്. അതുകൊണ്ട് യൂദ പറയുക, ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ കുടുംബം പോരാടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി പോരാടണം. ശുദ്ധിയും വേർപാടും നിൽക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥന ആവശ്യമാണ്, ഉപവാസം ആവശ്യമാണ്. അതുപോലെ ശക്തമായ ഉപവാസ പ്രാർത്ഥനയും അതുപോലെ ആരാധനയും നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ പറയാനായിട്ട് തോന്നുന്നു. ദൈവങ്ങളെ, നമ്മുടെ വിശ്വാസം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് വ്യക്തമായിട്ട് പൗലോസ് പറയുക അല്ലേ? വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ടോ എന്ന് എന്നെ തന്നെ പരീക്ഷിക്കുകയും ശോധന ചെയ്യുകയും ചെയ്യണം. ഏതാ വാക്യം?
പലവട്ടം വായിച്ച വാക്യം. ഏതാ വാക്യം? 2 Corinthians 13:5-6. വേഗം വായിച്ചേ. വിശ്വാസ ജീവിതം ടെസ്റ്റിംഗ് ആണ്. ഞാൻ എന്നെ തന്നെ, ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് വചനം പ്രസംഗിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വരുമ്പോൾ, യേശു അവന്റെ ആത്മാവ് എന്റെ ഉള്ളിലില്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് മുഴുവൻ വ്യക്തമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവർ പറയുകയാണ്, അതുകൊണ്ട് നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? അയച്ചു 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഞാൻ എന്നെ തന്നെ പരീക്ഷിക്കണം. യേശു ക്രിസ്തു ഉണ്ടോ? ദൈവങ്ങളെ, ഏലിയാവിൽ നിന്ന് വീണ പുറപ്പിന്റെ ഒരു കീറുമെടുത്തുകൊണ്ട് അവൻ പിടിച്ച പുറപ്പ്, അവനറിയാം പുറപ്പിലാണ് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. കാരണം യോർദാനെ അങ്ങോട്ട് പോയപ്പോൾ ഏലിയാവ് യോർദാനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഏലിയാവിന്റെ പുറകെ നിൽക്കുന്ന ശിഷ്യനായ ഏലീശ പുറകെ നിൽക്കുക. അപ്പോൾ ഏലിയാവ് പുറപ്പെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, യോർദാനെ അടിച്ചപ്പോൾ യോർദാൻ 2ആയി പിരിഞ്ഞു. എന്നാൽ ആ പുറപ്പിൽ പിടിച്ചിരുന്ന ഏലീശ പറയുക, ഏലീശ വേഗം ചെയ്തു തന്റെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലേ? തന്നെ യജമാനം ചെയ്തതുപോലെ ചെയ്താൽ യോർദാൻ വിഭവിക്കുമോ എന്ന് അറിയാൻ ആദ്യം പുറപ്പിന്റെ കീറ് കെട്ടിയ ഏലീശ പുറപ്പുമായി യോർദാനിന് മുമ്പിൽ എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞ് അടിച്ചപ്പോൾ ആ യോർദാൻ 2ആയി പിരിഞ്ഞതുപോലെ വിശ്വാസം പരീക്ഷണത്തിന് വേണ്ടിയുള്ളതാ. നീ പരീക്ഷിക്കണം. നീ ഇന്നലത്തെ പോലെയാണോ ഇന്നെന്ന് നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പരീക്ഷിക്കണം. നിന്റെ ജീവിതമായി പരീക്ഷിക്കണം. എവിടൊക്കെയോ യേശുവിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ? യേശുവിന്റെ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടോ? ആത്മാവിന്റെ ശക്തി ചോർന്നിട്ടുണ്ടോ? ആരാധനയിൽ കുറവുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധിച്ചപ്പോൾ ആത്മാവിനെ ആരാധിച്ചു. ഇപ്പോൾ ആരാധിക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. കാരണം എന്താ? നിന്നിൽ നിന്ന് യേശു മാറിപ്പോയി. നിന്റെ പ്രവൃത്തി നിമിത്തം, നിന്റെ പാവ നിമിത്തം കർത്താവ് നിന്നെ വിട്ട് മാറിപ്പോയി. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, നമ്മളൊന്ന് പരീക്ഷിക്കണം. അല്ലേ? ഏലീശ പരീക്ഷിച്ചതുപോലെ ആ പുറപ്പിൽ നിന്നും ശക്തി ഉണ്ടോ? ആ പുറപ്പ് അടിച്ചാൽ യോർദാൻ വിഭജിക്കുമോ? ഞാൻ പറഞ്ഞാൽ നടക്കുമോ എന്ന് ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പാസ്റ്ററായ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങളും രോഗികൾക്ക് സൗഖ്യമാകുന്നുണ്ടെങ്കിൽ എന്നിലൂടെ കർത്താവ് ഇന്നും വസിക്കുന്നുണ്ട്. പക്ഷെ പഴയതുപോലെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നില്ല. ഞാൻ പല ഭാഷകൾ പറയാൻ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അപ്പം രോഗി സൗഖ്യമാകുമായിരുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുമായിരുന്നു. അങ്ങനെ അവർ തന്നെ പറയുകയാണ്, അന്നുള്ള യേശു ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ ഇല്ല. കാരണം ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ദൈവത്തിലെ നിന്റെ സൗകര്യപ്രദമായി നീ പാപത്തിലേക്ക് പോയി പണക്കൊതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കർത്താവായ യേശു നിന്റെ കൂടെ നിൽക്കത്തില്ല. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഇല്ലേ? അടുത്ത വിഷയത്തില്ലേ? പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അവിടെ പറഞ്ഞു, ഇരുന്നാൾ പറയും, ഇരുന്നാവേ ഈ ജനത്തിന് വേണ്ടി ഇനി നീ പ്രാർത്ഥിക്കരുത്, നീ അപേക്ഷിക്കരുത്, നീ ഇവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യരുത്. കാരണം ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. അപ്പൊ ദൈവം തന്നെ അവനെ മടുത്തു. ദൈവങ്ങളെ, ഇന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരെ, 2025 പ്രാരംഭ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് തന്ന ദൂതാണിത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഈ വർഷം ഞാൻ പോരാടും, ഞാൻ പോയതിനെ തിരിച്ചു പിടിക്കുമെന്ന് എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും? ഞാൻ പോയ ആ കൃപയെ, ഞാൻ പോയ ആ വിശ്വാസത്തെ തിരിച്ചു പിടിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുമെന്ന് പറയുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി നിങ്ങളുടെ മേൽ നേരിടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് പറയുക, എന്റെ വിശ്വാസത്തെ ഞാൻ ഇന്ന് പരീക്ഷിക്കും. ആരാധനയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നലെ വേള ഞാൻ പാപം ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ എന്ന് എത്ര പേര് പറയുന്നുണ്ടോ? അവരാണ് വിശ്വാസത്തെ പരീക്ഷയോടെ നോക്കുന്നവർ. ഇങ്ങനെ പറയുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. പിന്നെ നിങ്ങളെ അടുത്തത് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. അല്ലേ? എന്നെ ഈ ശോധന പരീക്ഷ നമുക്കറിയാം. നമ്മളത് ചെയ്ത് നോക്കുക, നടക്കുന്നുണ്ടോ? അല്ലേ? നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ടോ? ഇന്നലെ പറയുന്ന പോലെ പറയുമ്പോൾ നടക്കുന്നുണ്ടോ? അത് പരീക്ഷിക്കാം. പക്ഷെ എന്താ ഈ ശോധന എനിക്ക് ഞാൻ പറഞ്ഞത്? എന്നാ ശോധന? ശോധന ഞാൻ പറയുന്നത്, ശോധന എന്ന് പറഞ്ഞാൽ കർത്തൃയുടെ മറ്റൊരു പദമാണ് ശോധന. അല്ലേ? നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുക. അല്ലേ? നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കി നമ്മൾ കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കാൻ തയ്യാറാക്കണം. നിങ്ങൾ തന്നെ ശോധന ചെയ്യും. എന്നിട്ട് പറയാണ്, നിങ്ങൾ വളരാത്തവരല്ലെങ്കിൽ വായിച്ചത്
നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ കർത്താവായ യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഈ മക്കളെ എത്ര പേർക്ക് ഇന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ പ്രസംഗത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും യേശു ഇന്നും എന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തത് വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നില്ലേ? ഏതാണ് വാക്യം സൗകര്യം? നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത് നിർത്തിയതോടെയാണ് വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു അല്ലേ? ഏതാണ് വാക്യം? കഴിഞ്ഞ ആഴ്ച ആണോ ഞാൻ എടുത്തത്? അതിന് മുമ്പ് തയ്ക്കണം അല്ലേ? അതിന് മുമ്പ് തയ്ച്ചു വിശ്വാസത്തിന്റെ പരിശോധന. ഒന്ന് പത്രോസ് 1-5 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്ന് പത്രോസ് 1:5 വായിച്ചത്. ഇനി അടുത്ത നമ്മൾ അന്ന് അവിടെ കൊണ്ട് തീർത്തില്ല. ശോധനയെ കുറിച്ച് നമ്മൾ 1-2 വാക്യം കൂടെ ചിന്തിച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗം വിടും. വായിച്ച പെട്ടതായി 1:7-8 വായിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം പരിശോധന വിലയേറിയതാണ്. ദൈവമക്കളെ, നമുക്ക് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ വിശ്വാസം അഴിഞ്ഞു പോകുന്നതല്ല. നമ്മുടെ വിശ്വാസം തീയിൽ ശോധന കഴിച്ച് പുറത്തു വരുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണെന്ന് പത്രോസ് പറയുന്നത്. എത്ര പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ദുഃഖം വന്നാലും നിന്റെ വിശ്വാസം വിട്ടുള്ള കളി പാടില്ല. അതിലൊക്കെ നമ്മൾ ശക്തിയോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കുന്നത്. അല്ലാതെ നമ്മൾ തോന്നുന്ന പോലെ നമ്മുടെ വിശ്വാസം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതല്ല വിശ്വാസം. സാഹചര്യം എത്ര മോശമാണെങ്കിലും എത്ര പ്രതികൂലങ്ങളാണെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും എത്ര പരിശോധനയാണെങ്കിലും അവിടെയൊക്കെ നിന്റെ വിശ്വാസത്തിന്റെ വില നീ തിരിച്ചറിയണം. അത് പൊന്നിനേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് ഇന്ന് ആ വാക്യം പറഞ്ഞ പോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും അങ്ങനെ തന്നെ പറയുന്നു. വായിച്ചേ യാക്കോബ് 1-ന്റെ 2 പത്രോസ് പറയുന്ന പോലെ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, വിശ്വാസിയാണെങ്കിൽ പരിശോധനയുണ്ട്, വിവിധ പരീക്ഷയുണ്ട് അല്ലേ? പരീക്ഷ വിവിധയുണ്ട്. ഒരു വിശ്വാസിക്ക് പരീക്ഷ വരുന്നില്ലെങ്കിൽ നീ ഓർത്തോ, നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ല അല്ലേ? ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ചില മാസ്റ്റർമാരൊക്കെ പണ്ടുകാലത്ത് ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന് കർത്താവിനെ സേവിക്കുമ്പോൾ അവര് സമൃദ്ധിയായിട്ട് ആഹാരം കിട്ടുമ്പോൾ അവർ പറയുക, കർത്താവെ നീ ഞങ്ങളെ വിട്ടുപോയിരുന്നു. കാരണം അവരുടെ ചിന്ത അവർക്ക് പരിശോധന വന്നില്ലെങ്കിൽ, അവർക്ക് പരീക്ഷ വന്നില്ലെങ്കിൽ അവർ പറയുകയാണ് ഞങ്ങളുടെ കർത്താവ് വിട്ടുപോയത്. ഇന്ന് നമ്മളോ കുറവൊന്നുമില്ലെങ്കിൽ കർത്താവിനെ വിട്ട് നമ്മളൊക്കെ പോകുന്നു അല്ലേ? കർത്താവ് വേണ്ട, ഞങ്ങൾക്ക് പൈസ വന്നു എന്ന് പറയും നമ്മളത് ഇറങ്ങിപ്പോ. പക്ഷെ നമ്മുടെ ഇതാക്കാൻ അങ്ങനെയല്ല. അവർക്ക് 3 നേരം കഴിക്കാൻ ആഹാരമില്ലെങ്കിൽ സന്തോഷം, അവരിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ 3 നേരം കഴിക്കാൻ കിട്ടിയപ്പോൾ ഭക്തന്മാർ പറയുക, കർത്താവേ എന്നെ വിട്ടു പോയോന്ന്. വിശ്വാസ ജീവിതത്തിൽ പരീക്ഷയുണ്ടോ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള 100% ഉറപ്പാണ്. പരീക്ഷയില്ലേ, കർത്താവ് നീയായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എത്ര വിശുദ്ധിയും വേർപാടോടെ നിൽക്കുന്നവനും പരീക്ഷയുണ്ട് ദൈവമക്കളെ. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, നീ എന്നെ പരീക്ഷിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും അല്ലേ? നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും എന്ന് പറയാം. എന്നെ നടപ്പ് ഞാൻ തെളിയിക്കും. ദൈവമക്കളെ, പരീക്ഷ വന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല. പരീക്ഷയുണ്ടോ, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, സഹോദരന്മാരെ, വിവിധ പരീക്ഷകളാൽ വിവിധ പരീക്ഷകളാൽ അകപ്പെടുമ്പോൾ ഇല്ലായ്മ വരും. നീ പ്രാർത്ഥിക്കുന്ന വിഷയം നടക്കത്തില്ല. നീ പ്രാർത്ഥി മടുത്തു പോകും. നിന്റെ വീട്ടിൽ ആവശ്യമായ ചില ഭക്ഷണം ഉണ്ടായെന്ന് വരത്തില്ല. കുഞ്ഞുങ്ങളുടെ ഫീസ് കിട്ടാൻ ഭക്ഷണം ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ ദൈവം നിന്നെ പരീക്ഷിക്കുന്ന മണ്ഡലങ്ങളാകട്ടോ.
പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോ, നീയും ഞാൻ ചിന്തിക്കുന്നതായോ, പരീക്ഷ വരുമ്പോൾ ചിന്തിക്കും ദൈവം നമ്മളെ കൈവിടുന്ന. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ഇവൻ എന്റെ മുമ്പിൽ നിൽക്കുമോ? ഇവൻ എന്നെ സ്വീകരിക്കുമോ? ഇവൻ തള്ളിക്കളയുമോ? ഇവന്റെ മനസ്സ് എങ്ങനെയുണ്ട്? ഞാൻ പറയട്ടെ, അബ്രഹാമിന് കിട്ടിയ ഒരു പരീക്ഷ നമുക്ക് കിട്ടിയ നമ്മൾ നിൽക്കൂ. തന്റെ 25 വർഷം കാത്തിരുന്ന് കിട്ടിയ മോനെ കൊണ്ടുപോയി മോറിയ മലയെ കൊണ്ട് കൊല്ലാൻ പറഞ്ഞു പറഞ്ഞാൽ നമ്മളാണെ ചെയ്യോ? ആ മനുഷ്യൻ അത് പറഞ്ഞ ദൈവമാണോ? ആണെങ്കിൽ അത് സംഭവിക്കും. ദൈവം എന്റെ മോനെ കൊല്ലാൻ സമ്മതിക്കത്തില്ല. ആ വിശ്വാസത്തോടെ ആ മനുഷ്യൻ ആ കൊച്ചിനെ കൊണ്ട് പോയി. എന്താണ് പരീക്ഷ കേട്ടോ? ഈ പരീക്ഷ ഭക്തന്മാർക്കുണ്ട്. ഭക്തന്മാർക്ക് പരീക്ഷ തന്നില്ലെങ്കിൽ അവരൊരിക്കലും ജയിക്കത്തില്ല. പരീക്ഷയില്ലാത്ത ഒരു ജീവിതം കർത്താവ് നമ്മൾ തന്നാൽ നമ്മൾ അലസന്മാരായി പോകും. പരീക്ഷയിലൂടെ കൂടെ നമ്മൾ ജയിക്കുമ്പോഴാണ്. ഇന്ന് പ്ലസ് പഠിക്കുന്ന പിള്ളേർക്ക് 4ാം തീയതി പരീക്ഷയാണ് അല്ലേ? അവന്മാർ ഇപ്പോഴേ ഒഴുകുക. ഇന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അവിടെ നിലനിൽക്കുന്നത് വായിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, വിൽസൺ പരീക്ഷ ഇട്ടിട്ടുണ്ടോ? വിൽസൺ പരീക്ഷ ഇട്ടിട്ട് തോറ്റാൽ അടിയാൻ വരുന്ന ആ തോക്കിനെ അനുസരിച്ച് അവൻ അടി കൊടുക്കും. 10 എണ്ണത്തിൽ തോറ്റെങ്കിൽ 10 അടിയാണ്. അപ്പൊ ഈ അടിയുടെ പേടി കാരണം ഇവന്മാര് പുറത്തെടുത്ത് പഠിക്കുക. അപ്പൊ പരീക്ഷ വരുമെന്ന് കണ്ടപ്പോൾ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെയാണ് കർത്താവ് നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. പരീക്ഷയിൽ ജയിക്കാനുള്ള പരിപാടി എന്താ പറയാമോ? നമ്മളെ എന്നാ പരീക്ഷ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് നമ്മളെങ്ങനെ പരീക്ഷ ചെയ്യുന്നത്? കർത്താവ് പരീക്ഷ പഠിക്കും. നമ്മൾ എങ്ങനെ ജയിക്കും? നമ്മുടെ പ്രാർത്ഥന വർദ്ധിക്കും, നമ്മുടെ ആരാധന കൂടും. കരയാതെ ഗ്യാസ് അടിച്ചിട്ട് അതുവഴി കരയും അല്ലേ? ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കരയാൻ വേണ്ടി കുറിച്ച് മനുഷ്യൻ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് ഇഷ്ടംപോലെ കരയാൻ പറയുന്നു അല്ലേ? 1.5 വർഷമായിട്ട് കരച്ചില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ മതി, നിങ്ങളോട് വചനം പറയാൻ മതി, അപ്പൊ കരയും. ആ കരയാൻ കുറിച്ച എന്നെ ഇഷ്ടംപോലെ കരയാൻ ദൈവം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദൈവങ്ങളെ ഇതാണ് പരീക്ഷ കേട്ടോ. നമ്മൾ എവിടെയാണോ പരാജയപ്പെട്ട് കിടക്കുന്നത്, കാരണം നിലവിളിയുടെ മുമ്പിൽ ഓടുന്നവനല്ല, മറികടക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഒരു ഭക്തന്റെ കണ്ണുനീര് ഉരുക്കി സൂക്ഷിക്കുന്നവനാണ് കർത്താവ് അല്ലേ? അങ്ങനെ കരയുന്ന നിനക്ക് ഇങ്ങനെയാണ് വചനം പറയുന്നത്, കരയുന്ന ആ കുഞ്ഞിനും അതിന്റെ ആഹാരം കൊടുക്കണമെന്നാണ്. ഒരു ഭക്തൻ കരയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്, ഭക്തന്മാരുടെ നിലവിളി അവൻ കേൾക്കും. അപ്പൊ നിലവിളിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തന്റെ മക്കൾ തന്റെ മുമ്പിൽ നിലവിളിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവസരം ഉണ്ടാക്കാൻ പരീക്ഷയോടെ നമ്മളെ കടത്തിപ്പോകും അല്ലേ? ആ പരീക്ഷ നമുക്ക് തിന്മയ്ക്കല്ല, നമുക്ക് നന്മയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പരീക്ഷ വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ജയിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളവനെ പലരെക്കാൾ ശക്തമായിട്ട് ആരാധിക്കണം. നമ്മൾ അവന്റെ വചനത്തെ ധ്യാനിക്കണം അല്ലേ? അങ്ങനെ പരീക്ഷ നമ്മൾ ജയിക്കുന്നത്. ഇവിടെ പറയുകയാണ്, സൗരന്മാരെ ഇത് പരീക്ഷകളാൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടോ? എവിടെയാ പരിശോധന നടത്താവൂ? നമ്മളെ എങ്ങനെയാ പരിശോധിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. വലിയ വീറും ഭാഷയൊക്കെ പറയുന്നവരുണ്ട് അല്ലേ? സ്റ്റേജിൽ കയറി ഭയങ്കര വിശ്വാസത്തെ പ്രസംഗിക്കും. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്കൊരു വിശ്വാസമില്ല. ഉണ്ടോ? പുറത്തു വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഇവന്മാർ മനുഷ്യനെ ആശ്രയിക്കാൻ പോകും. പറയുന്നത് എന്നാ? കർത്താവിനെ മാത്രമേ ഞാൻ ആശ്രയിക്കൂ, അതാണ് എന്റെ വിശ്വാസം. പക്ഷേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യരുടെ പുറകെ പോകും. ദൈവങ്ങളെ, അതാണ് വിശ്വാസത്തിന്റെ പരിശോധന കേട്ടോ. ദൈവം നീ വിശ്വാസം നിൽക്കുമോ? നീ തള്ളി പറയുമോ? അവനെ വിട്ടേച്ച് പോകുമോ? കാരണം നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം അവനെ എവിടെ ഇരിക്കുന്നു, നമ്മുടെ അഭിലാഷത്തിന്റെ ഉടയവൻ എവിടെ ഇരിക്കുന്നു, അവിടെ നിന്നെ ഇരുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. അതിന് നിന്നെ പരീക്ഷിച്ചേ പറ്റൂ. നീ അതിന് യോഗ്യനാണോ എന്ന് കർത്താവിന് അറിയണമെങ്കിൽ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തെ അവൻ പരിശോധിക്കും. ആ പരിശോധനയിൽ നീ പരാജയപ്പെടാനല്ല, ആ പരിശോധനയിൽ നിൽക്കണം. സ്ഥിരത ഉളവാക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ? സ്ഥിരത ഉളവാക്കണം എന്ന് പറഞ്ഞാൽ പരിശോധന എത്ര വന്നോട്ടെ, എന്റെ ഈ സ്ഥിരമായ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. അത് പറയുന്നവനെ കർത്താവിന് ഇഷ്ടം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നമ്മുടെ സ്ഥിരത തള്ളിക്കളഞ്ഞ് നമ്മൾ ഓടരുത്. നമ്മുടെ സ്ഥിരതയിൽ നമ്മൾ ഉളവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ ഉറച്ചു നിന്ന് വിശ്വസിക്കണം. ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളോർക്കും പാസ്റ്റർ ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാതെ കഴിഞ്ഞ 1 വർഷവും
5 മാസമായിട്ട് എനിക്ക് വന്നിരിക്കുന്ന പരിശോധനകൾ. ദൈവങ്ങളെ, എനിക്ക് മാത്രമല്ല, ഞാൻ രോഗിയായി വീണപ്പോൾ തന്നെ എൻ്റെ ഇളയ ചങ്ങനെ കാലിന് ലിഗമെന്റ്. ഞാൻ രോഗിയാകുന്നതിന് ഇവിടെ തൊട്ട് താഴെ വരെ പോയി 3 ദിവസം മാസം എടുത്തതാണ്. അന്നിവിടെ ഒരു നമ്മുടെ പൊങ്ങിയുടെ അനിയത്തി സാത്താനെ ഇറക്കാനൊക്കെ അങ്ങോട്ട്, അത് പൊങ്ങിയുടെ അനിയത്തില്ലോ, വേറെ ആരോ സാത്താനെ ഇറക്കാൻ മുതലായിരുന്നു. പൊങ്ങിയുടെ അനിയത്തിയാണോ? അപ്പൊ അവളോ അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്താണ് ഇവിടെ മകരോട് ചൂടുവെള്ളം വേണ്ടത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇതുവരെയും ചൂടുവെള്ളം എടുത്തു വെക്കുന്നതാണ്. മറിയാത്ത അന്ന് ഇവിടെ മേൽ പറഞ്ഞു. 1 മാസം അതുകൊണ്ട് ഇവിടെ കിടന്ന് രാത്രി പകരം കാശി. വേദന എന്ന് പറഞ്ഞാൽ പൊളി കഴിഞ്ഞാൽ വേദന ചെറുതാണ്. അത് ഏറ്റവും കൂടുതൽ മാംസമുള്ള ഭാഗത്താണ് പൊളിയത്. അത് കഴിഞ്ഞ് അടുത്തത് ഇളയവന്, പിന്നെ ഇവന്റെ മൂക്കടങ്ങി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷകൾ കൊണ്ട് എന്നെ ദൈവം. എന്നാൽ കഴിഞ്ഞ 10-27 വർഷമായി ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവക്കൊരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ഈ പിള്ളേര് ഒറ്റ രോഗികളായിട്ട് കിടന്നിട്ടില്ല. എനിക്ക് ഈ രോഗം വന്നതിന് ശേഷമാണ് ഇവർക്കെല്ലാം രോഗം വന്നത്. ദൈവങ്ങളെ, പരീക്ഷകൾ കൊണ്ട് ദൈവം എന്നെ പരമാവധി ശ്രമിച്ചു നോക്കി. ഇവൻ ഇതിനകത്ത് മാറുള്ളൂ. എന്റെ മൂർച്ച കൂടിയല്ലാതെ ഒരിക്കലും ഇതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയില്ല. അതുകൊണ്ട് പരീക്ഷ വരുമ്പോൾ നമ്മുടെ മൂർച്ച കൂടണം. ഞാൻ എന്റെ മൂർച്ച കൂട്ടിയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ പരീക്ഷ വരുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ഉടയവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ പുറകെ പിൻപറ്റ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റി. അതുകൊണ്ട് പരീക്ഷകളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മളെ കർത്താവ് പറയാ, പരീക്ഷ വരുമ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിരത എന്ത് ചെയ്യുന്നു? ഉളവാക്കും. അതുകൊണ്ട് അവിടെ പിന്നെ അടുത്ത വചനം പറയുകയാണ്, യാക്കോബിന്റെ ലേഖനം 1:12 വായിച്ചേ. ഇതുപോലെ തന്നെ അവിടെ പറയുക, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആരാ? ഈ പരീക്ഷ വരുന്നത് ആരാന്ന് പറഞ്ഞേ? അവൻ ആരാ? ഭാഗ്യവാനാ. അല്ലാതെ ഭാഗ്യപ്പെട്ടല്ല പരീക്ഷ വരുന്നത്, അല്ലേ? ഞാൻ ഭാഗ്യവാനായിട്ട് എനിക്ക് പരീക്ഷ കിട്ടി. ദൈവം എന്നെ ആഴമായി സ്നേഹിച്ചത് കൊണ്ടാ എനിക്ക് ഈ പരീക്ഷ കിട്ടിയത്. അവൻ ആര് പറഞ്ഞോട്ടെ, അവന്റെ പാപം നിമിത്തമാണ് അവർ ഉണ്ടായെന്ന് പറഞ്ഞാൽ സന്തോഷം എനിക്കുള്ളൂ. ഇനി അവന്റെ പിള്ളേര് അനുഭവിക്കുന്നത് അവന്റെ പാപക്കാരാണെന്ന് പറഞ്ഞാൽ അവർ ഞാൻ സന്തോഷിക്കുന്നു. ജാതികൾ പറയുക അവന് ശാപമാണെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. നമ്മുടെ ചുപ്പൂരിയാഘോഷന്റെ ഇന്നലെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. നേരത്തെ അദ്ദേഹം അതിന്റെ അപ്പൻ പാസ്റ്ററാണ്. അപ്പം മോന് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പം സഭാവിശ്വാസി എടുത്തിട്ട് കുത്തുക പുള്ളിനെ. ഇത് പാസ്റ്ററുടെ മോന് എന്നാന്ന് പറഞ്ഞു? ദൈവവിധി, ന്യായവിധി ദൈവലോകത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പാവപ്പെട്ട പാസ്റ്റർ പട്ടിണിയാണ്. പണ്ടത്തെ കാലമല്ലേ, ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ദൈവദാസൻ തന്നെ മോന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് തകർന്ന് വന്നിരിക്കുമ്പോൾ സഭയിലെ സെക്രട്ടറിയായിരിക്കാം എഴുന്നേറ്റ് പറയുകയാണ്, ന്യായവിധി ദൈവലോകത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം വിധി പറയും പോരാട്ടമാണ്. ഇല്ല, അങ്ങനെ പറയുള്ളൂ. നമുക്ക് വരുന്നതൊക്കെ പോരാട്ടം, പാസ്റ്റർക്ക് വരുന്നതല്ല ന്യായവിധി. ഇങ്ങനെ പറയുന്ന വിശ്വാസികളെ നാട്ടിലോട്ട് ദൈവങ്ങളെ, നാട്ടിലോട്ട് പാസ്റ്റർമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ന്യായവിധി, വിശ്വാസിക്കാണെങ്കിൽ പോരാട്ടം, അല്ലേ? ഒരു മാറ്റി പിടിക്കും. അപ്പൊ ആര് നമുക്ക് ന്യായവിധിയാണെന്ന് പറഞ്ഞാലും നമുക്ക് എന്താണെന്ന് പറഞ്ഞാലും ദൈവങ്ങളെ ഇത് ദൈവം തന്നതാണ്. കർത്താവ് പറയുക, പരീക്ഷ ഉണ്ടോ മോനെ, നീ ഭാഗ്യവാനാ. പരീക്ഷ ജീവിതത്തിൽ വരുന്നെങ്കിൽ സഹോദര സഹോദരി നീ ഭാഗ്യവാനാ. കാരണം ദൈവം നിന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് നീ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്നെ കർത്താവ് ജയിച്ചു കണ്ടാൽ നിനക്ക് വേണ്ടി ഒരു കിരീടം അവൻ ഒരുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷകൾ വരുമ്പോ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഭക്തന്റെ ആഗ്രഹമാണ് ഈ പാട്ടുകൾ. എന്തിനെന്ന് ഞാൻ ചോദിക്കുന്നില്ല കർത്താവേ, പരീക്ഷ
എനിക്ക് വേണ്ടി തന്നത് എന്റെ നന്മയ്ക്കാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാനെന്ന് പറയുന്നുണ്ട്, കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചി കയറിയതും വേദനപ്പെട്ടതും ഈ നട്ടിൽ കുത്തിയപ്പം ഞാൻ സ്വർലോകം വരെ കണ്ടെന്നുള്ളതാണ്. ഇവളെയൊക്കെ അവിടുന്ന് മാറ്റിയിരുത്തി. കുത്തുമ്പോൾ പുള്ളിക്കറിയാൻ നല്ല കാഴ്ച കാക്കും. പക്ഷെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ടലിൽ സൂചി കയറുമ്പോഴുള്ള വേദന, ദൈവങ്ങളെ കർത്താവ് ക്രൂശിൽ താണി കയറിയപ്പോഴുള്ള വേദനയാണ് എനിക്ക് നട്ടേ സൂചി കയറിയത്. ഈ വേദനയൊക്കെ സഹിച്ചതും ഈ പരീക്ഷയെല്ലാം വന്നതും ഇന്ന് ഞാൻ പറയുക സന്തോഷമാണ്. കാരണം ഞാൻ യേശു എന്ന ആ സ്നേഹമുള്ളവനെ എന്നെ അടുത്തറിയാൻ, എന്നെ കരുതുന്നവനായ ആ ദൈവത്തെ അടുത്തറിയാൻ, ഞാൻ പ്രസംഗിച്ച ആ യേശുവിനെ എന്റെ അടുത്തിരുന്ന് എന്നെ സഹായിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്ന് പറയുകയാണ്. അവൻ കൊള്ളാകുന്നവനെന്ന് തെളിഞ്ഞ ശേഷം. അപ്പൊ ദൈവം നമ്മളെ ആരായി കാണാൻ ആഗ്രഹിക്കുന്നത്? കൊള്ളാകുന്നവനായാണ്. നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നിന്നെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നീ കൊള്ളാകുന്ന മനുഷ്യനായി തീരണം. അവിടെ നീ കൊള്ളാകുന്ന വ്യക്തിയായിരിക്കണം. അവിടെയാണ് കർത്താവ് നിന്നെ പരീക്ഷ പാസ്സായ വ്യക്തിയായിട്ട് കർത്താവ് അണ്ടർലൈൻ ചെയ്യും. പിന്നെ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നത് ദൈവങ്ങളെ ഒരു മനുഷ്യനും തടയാമെന്ന് നിന്നെ കർത്താവ് നിന്നെ ഉയർത്തും. ഞാൻ പറയട്ടെ, ദാവീദിന്റെ ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷകൾ നിങ്ങൾ ഓർത്തു നോക്കിയേ. താൻ ഗോലിയാത്തിനെ കൊല്ലുന്നത് വരെ, അഭിഷേകം പ്രാപിക്കുന്നത് വരെ തനിക്ക് ഒരു വിഷയമില്ലായിരുന്നു. അഭിഷേകത്തിന്റെ തൈലം തന്റെ മേൽ വീണമേലെ തന്റെ സഹോദരന്മാർ എതിരായി, തന്റെ അപ്പനും അമ്മയും എതിരായി, തന്റെ രാജാവ് തനിക്കെതിരായി, തന്റെ ഭാര്യ എതിരായി, മീകൾ എന്ന് പറയുന്ന ആ സഹോദരി ഇവരെതിരായി. ആരുമില്ല കൂട്ടത്തിൽ. 400 ദരിദ്രം പിടിച്ച കഷ്ടമുള്ള ആൾക്കാർ ഇവന്റെ പുറകെ കൂടി. ഇവനോ പട്ടണി, അതിനുള്ള 400 പാവപ്പെട്ടവനെ കൂടെ ഇവരെ കൂട്ടി ഇവര് ഒരുമിച്ചുള്ള യാത്ര, കാട് മലകളൊക്കെ അലയുക. ഇവനെ ഒരു പട്ടിയെ പോലെ ഈ അമ്മായി ഇവനെ ഓടിക്കും. ദൈവങ്ങളെ അങ്ങനെ നടന്ന ആ ദാവീദ് പരീക്ഷയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് എവിടെ ഉയർത്തിയത്? നാട്ടിടയനായിരുന്ന ആരും അറിയാത്ത ദാവീദിനെ കർത്താവ് രാജാവാക്കി മാറ്റി. അല്ലേ? പരീക്ഷ വരുന്നുണ്ടോ? നിന്റെ സ്ഥാനം മാറാൻ പോവുകയാണ്. പരീക്ഷ വരുന്നുണ്ടോ? ദൈവം നിന്നെ ഉന്നതമായി ഉപയോഗിക്കാൻ പോവുക. പരീക്ഷ വരുന്നുണ്ടോ? ദൈവം നിന്നെ മാനിക്കാൻ പോവുക. നിനക്ക് ലഭിക്കാത്ത കാര്യങ്ങളിൽ നീ ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് ദൈവാത്മാവ് പറയുക, നിനക്കത് ലഭിക്കുവാൻ, ഉന്നതങ്ങളിൽ മാനിക്കപ്പെടുവാൻ ദൈവം താമസിപ്പിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നീ അവിടെ നിന്നുകൊണ്ട് കരയുകയല്ല ചെയ്യേണ്ടത്, അവിടെ കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. കാരണം നീ ഭാഗ്യവാനാ. ആ ഭാഗ്യം കർത്താവിനെ കൊണ്ടുവരാൻ പോവുക. നമ്മുടെ ദൈവങ്ങളെ വിശ്വാസത്തിന്റെ പരിശോധനയിലേക്ക് വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഓർക്കുക, വിശ്വാസത്തിന്റെ പരിശോധന വന്ന ഒത്തിരി ഭക്തന്മാരുണ്ട്. ഒന്നാമത്തെ ആളെ കുറിച്ച് ഞാൻ പറയും ദാവീദ്. രണ്ടാമത്തെ ആൾ ആരാന്നറിയാമോ? ആരാ? ഒന്നാമത്തെ ആള് ഞാൻ പറഞ്ഞ അബ്രഹാം. ഇത്രയും വലിയൊരു പരീക്ഷ കഴിച്ച മനുഷ്യൻ തന്റെ മോനെ കൊണ്ടുപോയിട്ട് തന്റെ കൈ കൊണ്ട് കൊല്ലാൻ പറഞ്ഞാൽ, ദൈവങ്ങളെ ഞാനൊക്കെ എന്റെ കൊച്ചിന് അടി കൊടുത്താൽ അടി കൊടുത്ത് ഞാൻ അതിന് കരയും. അടി ഞാൻ നന്നായി കൊടുക്കും. കാരണം അവർ മോശമാനല്ല, അവരെ നല്ലതാകാൻ വേണ്ടി ഞാൻ അവരെ നല്ലോണം അടിക്കും. പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ട് ഇമാരെ ഉടനെ കഴിയുമ്പോൾ ഞാൻ അവിടെ ചെല്ലും. ഇമാരെ അടിയുടെ പാടൊക്കെ നോക്കും. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല, ആകെ പ്രശ്നം. അപ്പോൾ ഒരപ്പനായ ഞാൻ എൻ്റെ മക്കളെ അടിച്ചതിന് ശേഷം ഞാൻ രാത്രിയിൽ ദുഃഖിക്കുകയാണെങ്കിൽ അവർക്ക് അടി കിട്ടി അവരുടെ വേദന മറന്നു. പക്ഷേ അടിച്ച അപ്പന് ആ വേദന ഒരിക്കലും മാറാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ സന്തോഷം കണ്ടതിന് ശേഷമേ നമുക്ക് ആ വേദന മാറും. അപ്പൊ ഞാൻ അടി കൊടുത്തപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളിൽ എനിക്ക് അത്രയും വേദന ഉളവാക്കിയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ പലപ്പോഴും പല തിന്മയ്ക്കും ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ വേദന ഇവര്. അതുപോലെ ഈ അബ്രഹാം തന്റെ മോനെ കൊണ്ടുപോയി കഴുത്ത് കണ്ടിക്കാൻ പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാകും. അവിടെയും പറഞ്ഞതാരാ? എന്റെ ദൈവമാണ്. ആ വിശ്വാസം ഉള്ളിലുള്ളതുകൊണ്ട് പുള്ളി ആ പരീക്ഷയിൽ അങ്ങ് ജയിക്കാൻ തീരുമാനിച്ചു. പോയാൽ പോട്ടെ, എന്റെ മോൻ പോയാലും എനിക്ക് യേശു മതി, അങ്ങനെ പറയുന്ന ഒരു സന്തോഷം എനിക്കുണ്ടായി. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദാവീദ്. മൂന്നാമത് ആരാ? പരീക്ഷ കഴിച്ച മനുഷ്യൻ. എല്ലാവരും പരീക്ഷ കഴിച്ചവരാ. എന്നാലും ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നവര് യോബ്. അല്ലേ? യോബിന്റെ ജീവിതത്തിൽ ഭയങ്കര പരീക്ഷയായിരുന്നു. തന്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ എത്ര പരീക്ഷപ്പെട്ടിട്ടും എൻ്റെ ഭാര്യ എന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ തളർന്നു പോയത്. എന്നാൽ എൻ്റെ ഭാര്യയെ കട്ടയ്ക്ക് പിടിച്ചിരുന്നു എന്നോട്. എൻ്റെ പ്രയാസവേളയിലൊക്കെ
അവള് എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും എന്നെ കട്ടയ്ക്ക് പിടിച്ചു നിർത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ മരുന്നുകൊണ്ടല്ല ഞാൻ ജയിച്ചത്. ഒരു ക്യാൻസർ രോഗിയോ ഒരു രോഗിയായി വീഴുന്ന മനുഷ്യനോ ജയിക്കുന്നത് മരുന്നുകൊണ്ടോ ഒന്നുമല്ല. അവനെ ശുശ്രൂഷിക്കുന്ന അവന്റെ വീട്ടുകാരും അവന്റെ മക്കളും ഒക്കെ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ട് അവൻ ചാടി എഴുന്നേൽക്കും. കാരണം എന്റെ മോനും ഇവളും കട്ടയ്ക്ക് നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അടിക്കടി വേഗത്തിൽ എഴുന്നേൽക്കും. ആ പരീക്ഷയിൽ കുടുംബത്തിൽ നിന്ന് നമുക്ക് സപ്പോർട്ടാണെങ്കിൽ ദൈവത്തിലെ നമ്മൾ താഴെ പോവുകയില്ല. പക്ഷെ കുടുംബത്തിൽ നിന്നും യോഗ്യതയുണ്ടായി സ്വന്തം ഭാര്യ മരിക്കണം, മരിക്കാൻ പോലും കാത്തിരിക്കുന്നില്ല. ഇയാള് ജോലി പിടിച്ച് മരിക്കാനിരിക്കുക. പക്ഷേ അവിടെ ഇത് പറയാ, അതിനൊന്നും സമയമില്ല, ഇത് കണ്ണോടി കഴിഞ്ഞ് പോയി മരിക്കാൻ. അത്രയ്ക്കും ഉഷിച്ച അനുഭവം ഉണ്ടായിട്ടും രാവും പകലും നിലവിളിച്ചു. എന്നാൽ സ്നേഹിതന്മാരെ കണ്ടപ്പോൾ അവരെങ്കിലും ആസ്വദിക്കുമെന്ന് നോക്കി. പക്ഷെ അവരും തന്റെ വിശ്വാസത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുക. നീ ഒരു പുത്രനാണെന്നുള്ള പട്ടികയിലേക്ക് അവർ കൊണ്ടുവന്നു. ഇവരുടെ അത്രയും പരീക്ഷ കഴിച്ചിട്ടും ആ മനുഷ്യൻ കർത്താവിനെ മുറുകെ പിടിച്ചു. അല്ലേ? അതുകൊണ്ട് പരീക്ഷ കഴിക്കുന്ന മനുഷ്യൻ ആരാ? ഭാഗ്യവാനാണ്. യോബേ, നീ ആ സഹിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ 10 മക്കൾ എന്താ സൗന്ദര്യമുള്ളവരാണെന്നൊന്നും ആദ്യം പറഞ്ഞില്ല. പക്ഷെ പിന്നീട് പറയുകയാണ്, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ആ യോബിന്റെ മക്കളെ വേറെ കൊണ്ടിടുന്നത്. ഇവിടെ ഉള്ളൊരു ഗസിയ, അല്ലേ? ആരാ? യോബിന്റെ മോടെ പേരാ ഗസിയ. ഞാൻ ഇവരോട് ജോലി ചെയ്യുന്നതിന് വേണ്ടി ഗസിയ. അപ്പൊ ഇതൊക്കെ നല്ല പേര് പോലും വീണത് യോബിന്റെ രണ്ടാമത്തെ ദൈവം കൊടുത്ത രണ്ടാമത്തെ അനുഗ്രഹത്തിൽ കിട്ടിയ കുഞ്ഞുങ്ങള് ഭൂലോകത്തൊക്കെയും അവരെ പോലെ സൗന്ദര്യമുള്ള ഒരു പെൺകൊച്ചില്ലാതെന്നാണ്. അത്രയും സൗന്ദര്യമുള്ള മക്കളെ കൊടുത്തു. തനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് ഡബിൾ കൊടുത്തവനെ അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ പരീക്ഷ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിനക്ക് മുമ്പിൽ ദൈവം ഒരു വിശാലത ഒരുക്കിയിട്ടാണ് നിന്നെ ഈ പരീക്ഷയിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിലെ പരീക്ഷ വരുമ്പോൾ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബ് പറയുകയാണ്, പരീക്ഷ നിന്റെ സ്ഥിരത ഉളവാക്കുന്നു. നീ പരീക്ഷയിൽ ജയിക്കാനുള്ള കൃപ ദൈവത്തിന്റെ മേൽ പകരുക. അതുകൊണ്ട് പരീക്ഷയിൽ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നീ ഭാരപ്പെടരുത്, വിശ്വാസത്തിൽ മുറുകെ പിടിച്ചോണം. ഇന്നല്ലെങ്കിൽ നാളെ പരീക്ഷ വന്നിരിക്കും. വരുമ്പോൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അല്ലേ? അപ്പൊ പരീക്ഷ കഴിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാകുന്നവനെന്ന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അല്ല, കൊള്ളാമെന്ന് തെളിയിക്കണം. അല്ലേ? ചിലരുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തളർന്നു പോകും. പിന്നെ പ്രാർത്ഥനയില്ല. നമ്മുടെ ഉദാഹരണം നമ്മുടെ ഏരിയശാണ്. ഈ മനുഷ്യൻ ആദ്യമൊക്കെ ഞാൻ ആദ്യം വന്ന് പ്രാർത്ഥന പുള്ളിക്ക് ഒരു 80,000 രൂപ എഴുതിട്ടുണ്ട്. പുള്ളി ആ സമയങ്ങളൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. അവരോട് ഒരു സാക്ഷി പറഞ്ഞ് എന്റെ 80,000 എഴുതിത്തള്ളി. പിന്നീട് പുള്ളിക്കാരൻ ഇത് തന്നെ ചിന്തയായി, നന്മ കിട്ടണം. ദൈവം അങ്ങനെ ചിന്തിച്ചാൽ ദൈവം അങ്ങനെ തരൂ. ദൈവം എന്നെ ചെയ്തു? കൈ പുറകോട്ട് വലിച്ചു. ഇപ്പൊ പുള്ളിയുടെ മോൻ പോയിട്ട് 9 ലക്ഷം മുടക്കിയാണ് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ ഇന്ന് വരെ ജോലി കയറും, 2-3 ആഴ്ച കയറും, പിന്നെയും കാണും. പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയിട്ടില്ല. തന്നെയല്ല, ജോലി ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ പുള്ളിക്കാരൻ പുറകോട്ട് പോകും. ഈ പരീക്ഷയിൽ ദൈവം ആഗ്രഹിക്കുന്നതിനാണ് ഈ മനുഷ്യൻ പൊന്നുപോലെ പുറത്തു വരണം. ഇദ്ദേഹം പുറത്തു വന്നാൽ ഇദ്ദേഹത്തിന്റെ തലമുറ ദൈവം മാനിക്കും. പക്ഷെ ഈ പരീക്ഷ വരുമ്പോൾ പുറകോട്ട് വലിക്കുന്നവനോട് കർത്താവിന് മനസ്സിലായി, ഇവൻ വന്നത് എന്തിനാണ് വന്നത്? നന്മ കിട്ടാനാണ്. ഇവൻ എന്തെങ്കിലും കാഴ്ചാത്തിൽ കിട്ടണം, അതിന് വന്നതാ. അങ്ങനെയുള്ളവരെ കർത്താവിന്റെ കൂടെ ഇരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് പരീക്ഷയിൽ തികഞ്ഞവനെയാണ് കർത്താവിന് ഇഷ്ടം. കാരണം പരീക്ഷയിൽ ഒരു ജയം ഉണ്ടാകണം. യേശു ഭരിച്ച പോലെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ദൈവപുത്രനായ അവൻ ഈ ഭൂമിയിൽ വന്ന് സഹിച്ച കഷ്ടതയും പരീക്ഷയെ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷ ദൈവത്തിലെ വന്നത്, ആ പരീക്ഷയിൽ അവൻ ജയിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷയിലും നമ്മൾ ജയിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി സ്വർഗം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അടുത്ത ആരാ? യോബിന്റെ കയ്യിൽ ആരാ ഉള്ളത്? പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞാട്ടെ. എല്ലാവരും ഒരു പരിധി വരെ പരീക്ഷ കഴിച്ചവരാണ് മുന്നോട്ട് പോയവർ. ഇനി അടുത്ത നമ്മുടെ യോസേഫ്, അല്ലേ? ഇവർക്കെല്ലാം ശബ്ദം കേൾക്കും. ആടെ കർത്താവിന്റെ ശബ്ദം കേൾക്കും. പക്ഷെ ഈ യോസേഫ് ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് പോലും പുള്ളി കണ്ടത് ഒരു ചെറിയ പ്രായത്തിൽ, നമ്മുടെ ഇവന്റെ പ്രായത്തിൽ, എവിയുടെ പ്രായത്തിൽ ഒരു സ്വപ്നം കണ്ടതാണ്.
അത് മാത്രമേ പുള്ളി കണ്ടിട്ടുള്ളൂ. പിന്നെ പുള്ളിക്ക് ദർശനവും ഇല്ല, വെളിപ്പാടും ഇല്ല, സ്വപ്നവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആകെ പുള്ളിക്ക് ഒന്നതെന്ന് അറിയാമോ? സ്വപ്നം കൊണ്ട് ആരെങ്കിലും വന്നാൽ സ്വപ്നം എന്ത് ചെയ്യും? വിവരിച്ചു കൊടുക്കും. അതെവിടെയാ കിട്ടിയത്? അത് കുട്ടനാ കിട്ടിയത്. അതിപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. പൊട്ടക്കെന്തി വീണപ്പം കർത്താവ് ഇടപെട്ടില്ല. ഇടപെട്ടോ? പൊട്ടക്കെന്തി വീണ് പുള്ളി അവിടെ കിടന്ന് കരയുണ്ടാവും. കാരണം ഇവനെ പോലെ കൊച്ചെടുത്ത് മൊബൈലിട്ട് കഴിഞ്ഞാൽ കരയാൻ ചെയ്യും. ചേട്ടന്മാര് മേലെ എന്ന് പറയാം, കല്ലുകൊണ്ട് തലയിട്ടേക്കാം, ജാഗ്രത. പക്ഷെ അവനെ കൊല്ലണ്ടെന്ന് രൂപയും പറഞ്ഞപ്പോ ഇവനെ പിടിച്ചു കയറ്റി അതിലെ പോയ ആൾക്കാർക്ക് വിറ്റ്. അന്നരവും ഈ ഇസ്രായേൽ വിറ്റപ്പോഴും ദൈവം ഇടപെട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞില്ല, മോനെ യോസേപ്പേ നീ ഭാരപ്പെട്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. അടുത്ത പൊത്തിയപ്പുറത്തെ വീട്ടിൽ ചെന്നു. പൊത്തിയപ്പുറത്തെ ഭാര്യ ഇവനെ കയറി പിടിച്ചു. അന്നേരം ഇവൻ പറയുകയാണ്, ഞാൻ ദൈവത്തോട് ഒരിക്കലും പാപം ചെയ്യത്തില്ല. അന്നരവും ഇടപെട്ടില്ല. പുള്ളിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിലിട്ടു. അവിടെയും ഒരിടപെടലും ഒരു സ്വപ്നം കണ്ടിട്ടില്ല. നോക്കണേ, കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ നിന്ന മനുഷ്യനോട് 3-4 പരീക്ഷ അയച്ചിട്ട് ഒരു വാക്കിൽ പോലും ദൈവം ആസ്വദിച്ചില്ല. നിങ്ങളെ എനിക്ക് പരീക്ഷ കർത്താവ് എന്നെ ആസ്വദിപ്പിച്ചു. ഞാൻ രാത്രി എന്ന് കരഞ്ഞപ്പോൾ എന്നോട് കർത്താവോട് ഞാൻ, കർത്താവ് എന്റെ മോന്റെ വിദ്യാഭ്യാസം ഞാൻ എന്ത് ചെയ്യുന്നത് കർത്താവ് പറഞ്ഞു, നാളെ രാവിലെ നീ അവനെ പറഞ്ഞയക്ക്, അവന് വേണ്ടി ഞാൻ ഒരുക്കും പൈസ. നിങ്ങളെ ആ മനുഷ്യൻ ഇന്നും അവൻ പൈസ അയക്കുന്നു. അവന്റെ ഫീസ് ആ മനുഷ്യനായിരുന്നു. ദൈവം പറഞ്ഞ വാർത്തകൾ നടക്കാതിരിക്കും. കാരണം എന്റെ മോൻ ദുബായി പോയെന്ന് അവർക്കറിയാം, ദുബായി പോകാൻ പോകുന്ന അവർക്കറിയാം. എങ്കിലും ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ ഭാര്യ പറഞ്ഞു ദശാംശത്തിന്റെ നമുക്ക് ആ കൊച്ചിന് കൊടുക്കണം, നമ്മൾ ഏതാണ് ആ കൊച്ചിന്റെ പഠനത്തിനുള്ള പൈസ നമ്മൾ കൊടുക്കണം. അപ്പൊ രാത്രി എന്നോട് സംസാരിച്ച ദൈവം, അതായത് ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങി ആദ്യത്തെ രാത്രി പ്രാർത്ഥിച്ചു, എന്റെ കൊച്ച് ഇരുന്ന് കരയുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ ഇവന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ രാത്രി ആത്മാവ് ഇടപെട്ടു, നാളെ നീ അവനെ പറഞ്ഞയക്ക്, അവന് വേണ്ടിയുള്ള കാര്യം ഞാൻ ഒഴുകും. എന്നാൽ ദൈവങ്ങളെ ഈ യോസേഫിനോട് ദൈവം ഒരു സമയത്ത് പോലും പറഞ്ഞില്ല, യോസേഫേ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. ആ മനുഷ്യൻ അവിടെ എല്ലാം കണ്ടിട്ടും ആ മനുഷ്യൻ വിശ്വാസം താഴെ നിർത്തി. അതിന്റെ പാനപാത്രകാരനോട് പറഞ്ഞു, നീ ഞാനോട് പറയണം, എന്നെ ഒന്ന് സഹായിക്കാൻ പറയണം കേട്ടോ, ഞാൻ ഇങ്ങനെയുള്ള ആളെന്ന് പറയണം. അവിടെയും ചെയ്യില്ല. അപ്പൊ ദൈവത്തിന്റെ ആ പരീക്ഷയുടെ കാലം വരെ നീ ആ പരീക്ഷയിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആ പരീക്ഷയുടെ അവസാനം നിന്നെ ഒരു രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്ര കൂടിയ പരീക്ഷയാണോ നിന്നെ തരുന്നത്, നിന്റെ വിശ്വാസം എത്ര കൂടിയ പരീക്ഷയാണോ വരുന്നത്, ആ പരീക്ഷയിൽ ദൈവം നിന്നെ ആ പരീക്ഷയ്ക്ക് ഒത്ത് നിന്നെ സഹായിപ്പാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് ഈ 2025 പരീക്ഷകൾ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ സാമ്പത്തികമായ വിഷയത്തിലോ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ദൈവം താമസിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി ഭാരപ്പെടരുത്. സ്വർഗം പറയുക, ഈ പരീക്ഷ നിന്റെ നന്മയ്ക്കായി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് സമയത്തിന് മുമ്പേ പിറുപിറുക്കരുത്, സമയത്തിന് മുമ്പേ തള്ളിക്കളയരുത്, സമയത്തിന് മുമ്പേ വിശ്വാസം ജോലി ചെയ്യരുത്. സമയം എത്ര വൈകിയാലും അത് വരും, നിശ്ചയമാണ്. കാരണം പരീക്ഷയിൽ ഒരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ദൈവം നമുക്ക് എന്തിനാ ഈ പഴയ നിയമം? പാപം ചെയ്തവരെ കുറിച്ചും വിശ്വാസത്തിൽ നിന്നിട്ട് ജയിച്ചവരെ കുറിച്ചും സ്വർഗം നമ്മളെ കാണിച്ചു തരുന്നതാണ് യഥാർത്ഥമായ പഴയ നിയമം. അല്ലേ? കർത്താവിന് വേണ്ടി അധ്വാനിച്ചവർ, ഓടിയവർ, പരീക്ഷ സഹിച്ചവർ, കണ്ണുനീരിന്റെ താഴ്വരയെ കൂടി കടന്നുപോയവർ, അവരെയൊക്കെ ദൈവം മാനിച്ചതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവിനെ വിട്ട് പാപം ചെയ്തവനെ എന്നേക്കും എങ്ങോട്ട് കൊണ്ടുപോയി? നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് ആ ഭാഗത്തോട് പറഞ്ഞു വരാം. ഇനി നമുക്ക് ആ യുഗൽ ലേഖനം ആ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. അതിന്റെ നമ്മൾ പൂർണ്ണ സ്റ്റെപ്പ് വായിച്ചു. ഇനി അടുത്ത അതിന്റെ 5 വായിച്ചു. ഇവിടെ പിന്നെ പറയുകയാണ്, നിങ്ങൾ അവിടെ പറഞ്ഞ വിശ്വന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചത്. ഇനി അടുത്ത 2ാമത്തത്, നിങ്ങളോ സകലവും ഒരിക്കലായിട്ട് അറിഞ്ഞു. അല്ലേ? ഒരിക്കലായിട്ട് അറിഞ്ഞു. ദൈവങ്ങളെ ഒരിക്കൽ നമ്മൾ വിശ്വാസത്തിന് നമ്മളെ ഫലമേൽപ്പിച്ചു.
ഒരിക്കൽ നമ്മൾ അറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ഉദാഹരണം പറയാം. നമ്മളെ ഓർപ്പിക്കുക. ഈ വചനം നമ്മളെ എന്ത് ചെയ്യുക? ഓർപ്പിക്കുക. ഒരിക്കലായിട്ട് നമുക്ക് ലഭിച്ച വിശ്വാസത്തെയും അതിന്റെ പ്രവൃത്തിയെയും കർത്താവ് നമ്മളെ എന്ത് പകൽക്കാലം ഓർപ്പിക്കുക. നമുക്ക് തോന്നുമ്പോൾ മനുഷ്യരിക്കാനും നമുക്ക് തോന്നുമ്പോൾ തോന്നുന്ന നടക്കാനും പോയാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കത്തില്ല കേട്ടോ. കർത്താവ് നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ വലിക്കുന്ന കാരണം ഉറക്കം വരുന്നുണ്ടാണ്. ഈ ഇതും ഇങ്ങനെ വലിക്കുന്നതാണ്. ഈ വിഷു ഒന്നിന് ഉറക്കം വരുന്നുണ്ടാണ്. പിന്നെ മൂക്കടയുന്നുണ്ട്, മൂക്കടയുന്നുണ്ട്, എരിയുന്നുണ്ട്. മിക്ക ആഴ്ചയിലുണ്ട്. ഞാൻ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ ഏറ്റവും പ്രശ്നക്കാരനാണ് ഈ അമറാജൻ. നമ്മുടെ അതുകൊണ്ട് പറഞ്ഞുള്ളതല്ല, നമ്മുടെ പുറത്ത് വേഗം വരാനുള്ള അമറാജൻ. ഞാൻ ഇവർ വലിച്ചു കയറ്റുക, ലെൻസിലോട്ടാ നേരെ ചെല്ലുന്നു. അവസാനം നമുക്ക് ലെൻസിന്റെ പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ഈ സൗകര്യമാരെല്ലാം ഇത് വലിക്കും. ഞാനൊക്കെ ഇവരെ ഉറങ്ങാതിരിക്കാനുള്ള പണിയാണ്. ഉറക്കം വരുന്നതുകൊണ്ട് ഉറങ്ങാതിരിക്കാനുള്ള പണിയാണെന്ന് എന്റെ വിചാരം. അവൻ ചോദിച്ചു ഉറക്കത്തിലാണോ? അതേപോലെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലായിട്ട് എന്ത് ചെയ്തു? എന്നാൽ ആരെ കർത്താവ് ഇല്ലാതെ വിശ്വസിക്കാത്തവരെ. ഇന്ന് ദൈവങ്ങളെ ഇസ്രായേലിനെ പോലെയല്ലേ നമ്മുടെ ജീവിതം. നിങ്ങൾ പഠിച്ചു നോക്കിയ ഞാൻ പാപത്തിന്റെ കുഴിയിൽ കിടന്ന് സ്വന്തമെന്ന് പറയുന്നവർ പോലും നന്മയൊക്കെ പ്രാപിച്ചപ്പോൾ ഒരു നന്മയും പ്രാപിക്കാതെ മദ്യത്തിനും മറ്റുള്ള ലഹരി വസ്തുക്കൾക്കും പാവങ്ങൾക്കും അടിമയായി കിടന്നിട്ട് കർത്താവ് എന്നെ അവിടെ നിന്ന് പിടിച്ച് കൈകയറ്റി കൊണ്ടുവന്നിട്ട് എന്നെ ഇന്ന് നിർത്തിയ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് നന്മയെല്ലാം കിട്ടി കുഞ്ഞുങ്ങളൊക്കെ നന്മ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി. ഞാൻ വിശ്വാസത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഞാൻ മുന്നോട്ട് പോയാൽ ദൈവങ്ങളെ നിങ്ങൾ ഓർത്തു വയ്ക്കുകയും ഞാൻ എത്ര മോശക്കാരനാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചു നോക്കുക. നിങ്ങൾ ഒരിക്കലും എങ്ങനെയാണ് കർത്താവിന്റെ മുമ്പിലേക്ക് വന്നത്? ഒന്നെടുത്ത് പഠിച്ചു നോക്കി. നിങ്ങൾ എങ്ങനെയാണ് വന്നത്? കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഗംഗാരസോരം പറഞ്ഞു, ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്കൊന്നും സാമ്പത്തിക നന്മയില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമായ നന്മയുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ വന്നത് പോലെയല്ല കർത്താവ് നമ്മളെ ഇന്ന് നിർത്തിയത്. ഫറവോന്റെ അടിമത്തിൽ കിടന്ന് ഫറവോൻ പറയുകയാണ്, ഞാൻ കുറച്ചേ ഇനി പുല്ല് തരുള്ളൂ, പക്ഷെ ഇഷ്ടിയെ കൂടുതൽ കാണും, അല്ലേ? ബൈക്കോട് കുറച്ചേ തരുള്ളൂ, പക്ഷെ ഇഷ്ടിയെ കൂടുതൽ കാണും. തന്നില്ലെങ്കിൽ ആട്ടിച്ച് പുറം കുടിക്കുക, ഭക്ഷണം കുടിക്കുക. അങ്ങനെ ആ തീച്ചൂളയിൽ കിടന്ന് അവരെ മോശം മുഖാന്തരം കർത്താവ് പുറത്തേക്ക് കൊണ്ടുവന്നു, അല്ലേ? ചെങ്കടൽ ജപിച്ചു. കാരണം ഇവർക്കുള്ള വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അന്ന് വരെ ഇന്നും അന്നും ചെയ്യാത്ത ഒരു അത്ഭുതം സ്വർഗത്തിലെ കർത്താവ് ചെയ്തു. ഇവരെ നേരെ അക്കരെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഒരു കലാവേഷം ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, അവിടെ പാലും പേര് കൊടുക്കുന്ന വേഷമാണ്, പക്ഷേ വിശ്വാസത്തിൽ തോന്നു പോയതോ പരീക്ഷകൾ വരുമ്പോൾ ജയിക്കണം. ഈ രണ്ട് കാര്യം പറഞ്ഞ് ഇവരെ മുമ്പോട്ട് വിട്ടു. എന്നാൽ ഇവരുടെ യാത്രയിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. ഇവർക്ക് എന്താ പറ്റിയത്? ഇവരുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്താ? വായിക്കാട്ടെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. അവർ ആ വാക്യം ഒന്ന് വായിച്ച് പൂർത്തീകരിച്ച് ഞാനിപ്പോ വായിക്കാൻ പറഞ്ഞ വാക്യം അറിഞ്ഞുവെങ്കിലും കർത്താവ് ജനത്തെ ഇസ്രായേലിൽ നിന്ന് രക്ഷിച്ച് വിശ്വസിക്കാത്തവരെ, അതായത് ഇസ്രായേലിലെ അടിമത്വത്തിൽ നിന്ന് ഒരു വാഗ്ദത്തദേശമായ കനാൻദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിച്ച് അവരെ കൊണ്ടുവന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല? ആ വിശ്വാസത്തിൽ നിലനിൽക്കാതെ വെറുവെറുപ്പും കർത്താവിനെതിരെ സംസാരിക്കുകയും കർത്താവിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ആ ജനത്തെ എന്ത് ചെയ്തു? ദിനത്തിൽ നശിപ്പിച്ചു കളഞ്ഞു, അല്ലേ? ആ വാക്യം ഞാൻ വായിക്കാൻ പോകുന്നു. വായിച്ചേ. സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. സംഖ്യാപുസ്തകം
32-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടാരുടെ അമ്മമാരോട് ചുമ്മാ കുത്തി പിടിച്ചിരിക്കും. അവരെ ഓർമ്മയാണ്, അവർക്ക് ഓർമ്മയാണ്, ആദ്യം ഓർമ്മ കേൾക്കണം. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത്. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചു. കെനീസ്യനായ യെഫുന്നെയുടെ മകൻ ഹാബേലും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് ഞാനുണ്ടല്ലേ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 ഏകദേശം 30 ലക്ഷത്തിൽ പരം ആൾക്കാരുമായി ചെങ്കടലിൽ കടന്ന് യാത്ര ചെയ്ത മോശ അക്കരെ എത്തിയോ? മോശന് പകുതി ഭാഗം ചേർന്നതിന് മോശ പോയി. പിന്നീട് സംഖ്യാപുസ്തകത്തിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് കോപം ജ്വലിച്ചിട്ട് പറയുകയാണ്, 2 പേരല്ലാതെ ഇനി ഒറ്റ ഒരുത്തിനും അക്കരെ നാട്ടിൽ ശരിയല്ല. അപ്പൊ ദൈവമക്കളെ, ഇതൊരു നമ്മുടെ ഒരു കൺവെൻഷനിൽ ഒരു ഭാഷ പ്രസംഗിച്ചു, ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രസംഗിച്ചു. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നത് കാശിയപ്പം നേതാക്കന്മാരെല്ലാം ഇങ്ങനെ കുഴഞ്ഞു വന്നു. പുള്ളി പറഞ്ഞതാണ്, ഇവിടെ നിങ്ങൾക്ക് പറവി ഉണ്ടാക്കാം, കാശുണ്ടാക്കാം, സമ്പത്ത് ഉണ്ടാക്കാം, എന്തും കളിക്കാം, പക്ഷെ അക്കരെ പോയില്ലെങ്കിൽ കൊണ്ട് വല്ല കാര്യമുണ്ട് അല്ലേ? ഞാൻ അതേ വാക്യം നിങ്ങളോട് ചോദിക്കുക. ഇവിടെ നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലായെങ്കിൽ കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തി, നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകും, ഞാൻ തകർന്നു പോകും എന്ന് വിധി എഴുതിയെടുത്ത പിശാചിന്റെ മനോഹരമായ ഭയത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുവന്നവനായ ദൈവം നിന്നോട് ഇന്ന് പകൽക്കാലം ചോദിക്കുക, ആ പഴയ നിയമം ചൂണ്ടിക്കാണിക്കുക. അവിടെ ഇസ്രായേൽ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടെ മരുഭൂമിയിൽ യാത്ര ചെയ്തു. ദൈവം പകൽ മേഘസംഘമായി രാത്രി അഗ്നിഗുണമായി അവരുടെ മധ്യയിലൂടെ യാത്ര ചെയ്തിട്ടും അവരുടെ വിശ്വാസത്തെ അവര് കളഞ്ഞു കുടിച്ചപ്പോൾ സ്വർഗം പറയുക, 2 സഹോദരന്മാർ, 2 ചെറുപ്പക്കാർ പിള്ളേര് അവർ ശക്തിയോടെ കർത്താവിന് വേണ്ടി നിന്നു. ഒരുത്തന്റെ പേര് കാലേബ്, ഒരുത്തന്റെ പേര് യോശുവ. പറയുകയാണ്, അവനല്ലാതെ നൂന്റെ മകനായ യോശുവ യഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരെന്നാ ചെയ്തു? പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. ഇത് പറ്റിക്കല്ലേ അല്ലെ? പറ്റി നിൽക്കുകയാണോ പറ്റിക്കുകയാണോ? പറഞ്ഞാട്ടെ, പറ്റി നിൽക്കണോ പറ്റിക്കണോ? 1 വർഷം പറ്റി നിന്നു, അപ്പൊ പറ്റിക്കും അല്ലേ? അല്ലെ പിന്നെ അമ്മ പറ്റി നിൽക്കുകയാണോ പറ്റിക്കുകയാണോ? പറ്റിക്കുക. ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിൽ പക്ഷത്തു ചേർത്തിടുവേ. കർത്താവ് പറ്റിച്ചേർന്ന് നമ്മുടെ കൂടെ നിന്നിട്ട് ഒടുവിൽ അവൻ നമ്മെ പക്ഷത്ത് ചേർക്കും. പക്ഷെ നമ്മളോ പറ്റിച്ചേർന്ന് നിന്ന് എല്ലാം അടിച്ചു മാറ്റിയിട്ട് പറ്റിക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇസ്രായേൽ എങ്ങനെ ചെയ്തോ അതുപോലെയാണ് നമ്മുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നീ ഒന്നുമില്ലായ്മയിൽ കിടന്നപ്പോൾ നിന്റെ കൈ പിടിച്ചവൻ ഉയർത്തി, മരണകരമായ കുഴിയിൽ നിന്ന് കുഴശേറ്റിൽ നിന്ന് നിന്നെ കയറ്റി, അവനാകുന്ന പാറമേൽ നിന്നെ ഉറപ്പിച്ചു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിച്ചില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിനക്കെതിരെ വരുന്ന ഒരു ബാധയും പറ്റാതെ ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചു. നിന്റെ മക്കളെ ദൈവം മാനിച്ചു. പക്ഷേ ഇന്ന് നീ അവനെ വിട്ട് വിശ്വാസം വിട്ട് പുറകോട്ട് പോകുമ്പോൾ ഓർക്കോ, നീ പാടുന്നത് പോലെ പറ്റിച്ചു നടക്കുക. പറ്റിച്ചേരുകയല്ല ചെയ്തത്. എന്നാൽ കാലേബും യോശുവയും ദൈവത്തോട് പറ്റിച്ചേർന്നു. പറ്റിക്കൽ കണ്ട ദൈവങ്ങളെ, ഞാനായാലും നിങ്ങളായാലും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, നന്മ വന്നോട്ടെ. ഇന്ന് എന്റെ 2 കുഞ്ഞുങ്ങൾ അമേരിക്ക പോയെന്ന് പറഞ്ഞാലും കോടികൾ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും പറ്റിക്കുന്ന സ്വഭാവമായിട്ട് ഞാൻ പോയാൽ എന്റെ ഈ വിശ്വാസം വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറും. അതുകൊണ്ട് പറ്റിക്കൽ കേട്ടോ. അവന്റെ കൂടെ പറ്റിച്ചേർന്ന് നിന്നാൽ അവൻ നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. അവൻ പറഞ്ഞ വാഗ്ദത്ത നാട് പാലും തേനുകൊണ്ടുള്ള അനാദേശത്തേക്ക് 2 ചെറുപ്പക്കാർ യഹോവയെ പറ്റിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ യഹോവയുടെ പ്രവൃത്തിയോടുകൂടെ പിതാക്കന്മാർ ചെയ്ത പാപത്തിലേക്ക് അവർ പോകാതെ പിതാക്കന്മാർ ചെയ്ത
ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ പോകാതെ അവർ പറ്റിച്ചേർന്നപ്പോൾ കർത്താവ് പറയുക, എന്റെ കോപം ജ്വലിച്ചെങ്കിലും എന്റെ 2 മക്കൾ, യൗവനക്കാരായ 2 കുഞ്ഞുങ്ങൾ അവരുടെ പേരെടുത്ത് പറയുക, 1 യോശുവ, 2 കാലേബ്, അവരല്ലാതെ ഞാൻ ഒരുക്കിയ ദേശത്തേക്ക് വേറെ ആരും പോയിരുന്നു. കർത്താവായ യേശു തന്റെ ഒറ്റ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവമക്കളെ, എന്നെ നിന്നെ അവൻ വിലക്ക് മേടിച്ചു അല്ലേ? അതായത് പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മെ അവന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് മേടിച്ചു. പണം കൊണ്ടല്ല, പൊന്നല്ല, വെള്ളിയല്ല, അവന്റെ ജീവനെ തന്നെ നമ്മളെ വിലക്ക് മേടിച്ചു. നമ്മളെ അവൻ നടത്തി, കുടുംബത്തെ അനുഗ്രഹിച്ചു, നിന്റെ സ്ഥിതി മാറ്റി, നീ ദേശത്ത് മാനിക്കപ്പെട്ടു. ഇന്ന് നീ അവനെ പറ്റിക്കുകയാണെങ്കിൽ കർത്താവിന്റെ കരം നിനക്ക് വിരോധമായി കഴിഞ്ഞ ദിവസങ്ങൾ അടുത്തിരിക്കുക. വായിക്കുന്നതോ വായിച്ചേ. യോശുവ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത 20 വയസ്സിന് മേലോട്ടുള്ള ഒറ്റ ഒരുത്തനും സത്യം യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? നിങ്ങൾക്ക് തമാശ തരികയാണ്. ഞാൻ ഈ കർത്താക്കം വരും നമ്മളെ ചേർന്ന് പറയുമ്പോൾ ഇവിടെ മിക്ക ആൾക്കാർക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പാപത്തിലേക്ക് പിന്നെ പോവുകയില്ല. അത് വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവങ്ങളെ ഞാൻ പറയട്ടെ, എന്നിലാണെങ്കിലും നിങ്ങളിലാണെങ്കിലും എന്റെ മക്കളിലാണെങ്കിലും ആ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ യേശുവിനെ വിട്ട് ഒരിക്കലും പോകില്ല. കാരണം ഇന്ന് ലോകം അംഗീകരിക്കാത്ത ഒരു കാര്യം, നിരീശ്വരവാദികൾ ഏറ്റവും ഗണ്ണിച്ച് പറയുന്ന ഒരു കാര്യം വീണ്ടും ഉള്ള ജീവിതമാണ് അല്ലേ? മരണാനന്തരം ഉള്ള ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ ഗണ്ണിക്കുന്നത് ആരാ? നിരീശ്വരവാദികൾ. കാരണം മരിച്ചവൻ ആരും ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. മനുഷ്യ ആരും ഉയർത്തില്ല. യേശു അല്ലാതെ മറ്റാരും മരിച്ചിട്ട് തിരിച്ചു വന്ന് പിന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ആരും. കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നു മരിച്ച ആളെ കർത്താവ് ഉയർപ്പിച്ചു. പക്ഷെ യേശു മരിച്ചതിന് ശേഷം മരിച്ചിട്ട് ഉയർന്നു വന്ന ഒരാളെ പോലും ലോകത്ത് ആർക്കും അറിയത്തില്ല അല്ലേ? ഇന്ന് നിത്യമായി ജീവിക്കുന്ന ഒരാളില്ല. എന്നാൽ യേശു നിത്യമായി ജീവിക്കുകയാണെന്ന് പഠിപ്പിക്കുകയും ഇതുപോലെ നമ്മൾ നിത്യമായി ജീവിക്കുമെന്നും നിത്യമായി അവന്റെ കൂടെ വാഴുമെന്നും പഠിപ്പിക്കുന്ന യഥാർത്ഥ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ആൾക്കാരാണ്. കത്തോലിക്കാരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവന് വിശ്വാസമില്ല. യാക്കോബിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവന് വിശ്വാസമില്ല. ഉണ്ടെങ്കിൽ അവൻ വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുമോ? അപ്പൊ ഇത് അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് പെന്തക്കോസ്തുകാർ. പക്ഷെ അവരുടെ ജീവിതശൈലി നോക്കുമ്പോൾ അവരിതൊന്നും വിശ്വസിക്കുന്നവരല്ല. പിതാക്കന്മാർ വിശ്വസിച്ചു. പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു, നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. കഞ്ഞിയില്ല, വെള്ളമില്ല, ഇറങ്ങി തിരിച്ചവർ പുറം തിരിഞ്ഞു ദുഷിക്കുക, ഇറങ്ങി തിരിച്ചവർ പട്ടിയെ പോലെ ഇവരെ കാണുക. ഒരാത്മാവിൽ നിന്ന് ഉയർന്നു വന്നു, നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമായ ശോധനയിൽ ഞങ്ങൾ യാനം ചെയ്യുക. എങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭാരവുമില്ല. കാരണം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ കർത്താവിനെ ഒന്ന് വേഗത്തിൽ കാണണം, അവന്റെ കൂടെ ഒന്ന് വാഴണം, അവൻ കഴിച്ച ഭരണത്തിൽ ഞങ്ങൾക്കൊന്ന് വാഴണം. ഈ മക്കളെ ഇന്ന് തലമുറ ചോദിച്ചാൽ അവർ പറയൂ, യോശുവനെ കാലേബിനെയും പോലെ ഒരു മനസ്സുള്ള മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇവന്മാർക്ക് സമൃദ്ധിയല്ലേ? ഇവന്മാർക്ക് യേശുവിനെ കുറിച്ച് ഇവന്മാരെ ആകെ അറിയുന്നിരിക്കുമ്പോൾ അത് പ്രസംഗത്തിലേക്ക് കേൾക്കുന്ന പോലുമില്ല. വ്യക്തത തയ്ക്കാമല്ല അവനിരിക്കണം. എന്തോ കളഞ്ഞു പോയവനെ പോലെ അവനിരിക്കുന്നു. സന്തോഷമില്ലെങ്കിൽ ഇത് തരിക. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി മൊബൈൽ ഓപ്പൺ ചെയ്യാൻ. കാരണം മൊബൈൽ അവിടെ എന്തെല്ലാം സാധനങ്ങളാണ് കളഞ്ഞു പോകുന്നത്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ കാരണം രാവിലെ പുള്ളി ഞാനിപ്പോൾ പാൽ കണ്ടു
അങ്ങനെ പുള്ളി എടിച്ചിരിക്കും. ഞാൻ മോനെ പഠിക്കണോ? പഠിക്കുന്നല്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ മൊബൈൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞ് പഠിക്കാൻ കേട്ടോ, ഞാൻ ഇത്രയും ഒരു പാവം ചിലപ്പോൾ അറിയില്ല കേട്ടോ. ഇവനെ പോലെ ഒരു പാവം ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ പറഞ്ഞാൽ നമ്മുടെ സന്തോഷിനെ പോലെ ഒരു പാവം ആരുമില്ല. അതുകൊണ്ടൊക്കെ ഇച്ചിരി വേന്ദ്രന്മാരാണ് ഇവന്മാര്. നമ്മളെ കാണുമ്പം പേടിച്ചിട്ടാണ് ഇവന്മാര് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വില്ലന്മാരാണ്. സന്തോഷ് പക്ഷേ നിഷ്കളങ്കനായ ഒരു പയ്യനാണ്. അവൻ ചെറുപ്പം തൊട്ടേ സത്യം മാത്രമേ സംസാരിക്കുമെന്ന് അവൻ പറഞ്ഞത്. അവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാ സത്യവാനായി. കാരണം അമ്മ പറഞ്ഞാലും അവൻ പറയും, അമ്മ പറഞ്ഞെന്ന് പറയും, അവൻ പറഞ്ഞാലും പറയും. അപ്പൊ ആള് പക്ഷെ പുള്ളി ഒരു പ്രശ്നമാണ്, മൊബൈൽ ഒരു അഡിക്റ്റായി. അതിൽ നിന്ന് പുള്ളി പുറത്തു വരാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. പുള്ളി ഞാൻ വിളിച്ചു പറയാം, ഞാൻ വരാം പക്ഷേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഓടിച്ചത് പാല് പഠിക്കുന്നുണ്ടത്. പക്ഷേ അവന്റെ ഉള്ളിലും യേശു ഒഴുക്കിയ പവനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ ഒരിക്കലും അവൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം കർത്താവ് പവൻ കഴിക്കണമെങ്കിൽ വിശ്വസിക്കും. അവിടെ ചിരിക്കുക. കർത്താവിന്റെ ഭവനത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ദൈവങ്ങളെ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്, യേശു എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്, ആ ഭവനത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കണമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്. അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അവരുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വരും. പക്ഷേ ഇവിടെ കാലേബും യോശുവയും പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് ഞങ്ങളെ യഹോവ കൊണ്ടുപോകുമെന്ന് അവർക്ക് ഉറപ്പായ നിശ്ചയമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ദൈവത്തിൽ കോപിക്കുന്ന ദൈവത്തെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ദൈവം ആരാ? സ്നേഹനിധിയാണ്. നീ എന്ത് ചെയ്തിട്ടും നീ ആ കാറ്റൊന്ന് വീട് കരഞ്ഞാൽ, കാരണം അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ വേദന അവൻ മാത്രമേ അറിയൂ. അവൻ പാവമില്ലാതിരിക്കുന്നു. പരിശുദ്ധനായ ദൈവം പാവിയായി എനിക്ക് നിനക്കും വേണ്ടി കാൽവഴി കടങ്ങി മരിച്ചു. കാരണം അവനറിയാം, എന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പാപം ചെയ്യുന്നത്, പിശാച് എന്ന കത്തി അവനെ കടന്നു പിടിച്ചത് കൊണ്ടാണ് ഇവൻ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് പരിഹാരം ആവശ്യപ്പെട്ട് അവന്റെ കാൽകൾ വീഴുമ്പോൾ ഒരൊറ്റ അമ്മയേക്കാൾ സ്നേഹത്തിൽ നിന്നെ വാരി പുണരുന്ന യേശുവിനെയാണ് ഞാനും നീയും പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സഭ ഏറ്റവും അഹങ്കാരിയായി മാറിയത്. ആ പഴയ നിയമത്തിലെ ദൈവീയ കോപം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ ഒരുത്തിന് ഇങ്ങനെ നടക്കില്ലായിരുന്നു. നടക്കൂ, ആ ബോഡിയിലാണ്. അപ്പൊ കാലേബും യോശുവയും ഇത്രയും കോപത്തോടെ ജനത്തിന്റെ മേലെ പ്രവൃത്തിയെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവരെന്നാ എന്ന് പറഞ്ഞാൽ പറ്റിച്ചേർന്ന് നിന്നാ പറഞ്ഞത്. അന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. മോശയ്ക്ക് പോലും കഴിഞ്ഞില്ല. കഴിഞ്ഞോ? മോശയ്ക്ക് പോലും കഴിഞ്ഞില്ല. ഇവരെ ഈ 30 ലക്ഷത്തിലുള്ള ആൾക്കാരെ കൊണ്ട് കൂട്ടി ചെങ്ങടലെല്ലാം കടന്ന് ഏകദേശം മരുഭൂമിയുടെ മധ്യത്തിലെത്തിയപ്പോൾ മോശം പറഞ്ഞ മതി, ഇത് നീ മുന്നോട്ട് പോകണ്ട, ഇത് പോരെ. ദൈവം അവനെ അടക്കിയതാണ് നമ്മൾ വായിക്കുന്നത്. ദൈവങ്ങളെ മോശയ്ക്ക് പോലും കഴിയാത്തവർക്ക് 2 ചെറുപ്പക്കാര് യോശുവയും കാലേബും അവരുടെ വായിക്കുന്നത് 20 വയസ്സിന്റെ മേലോട്ട് അവർ വായിക്കും അല്ലെ. 20 വയസ്സിന്റെ മേലോട്ടുള്ള ഒരാളും കടന്നില്ലെന്നാണ് വായിക്കുന്നത്. അപ്പൊ ഇവിടെ താഴോട്ടുള്ളവരെ കർത്താവ് ഗണ്യമാക്കുന്നില്ല. 20ന്റെ മേലോട്ടുള്ളവൻ പാപം ചെയ്താൽ അവനെ ഗണ്യമാക്കുന്നുണ്ടെന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ 20 വയസ്സിന്റെ മേലോട്ടുള്ള ഒറ്റ ഒരുത്തനും യോശുവയും കാലേബും അല്ലാതെ നടന്നിട്ടില്ല. അവരാ ഭക്തർ മതിൽ ചെന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താ ദൈവങ്ങളെ? ഇതേ വാക്യം എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ അവസാന ഖണ്ഡിക വായിച്ചു. നമ്മളോടുള്ള ആഹ്വാനമാണ്. നിങ്ങൾ പറയും പഴയ നിയമത്തിലുള്ള ആഹ്വാനമല്ലേ, പുതിയ നിയമത്തിൽ ഇല്ലല്ലോ. പുതിയ നിയമത്തിൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. എന്തോ ഒരു വിഷയത്തിൽ കുടിയിരിക്കുന്ന പോലെയാണ്. ഇതിലാരും പ്രാർത്ഥില്ല. അങ്ങനെയുണ്ടോ? ആ പെണ്ണിരിക്കുന്നവരെ നമ്മുടെ അജിരമോളിരിക്കുന്നവരെ മേൽജോലി അജിരമോൾ പനിയാണ്. ആ വായിക്കുന്നത് അവസാനം കണ്ടു, 3ന്റെ അവസാനം കണ്ടു. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ആണയിട്ട് പറഞ്ഞത് ആരോടാണ്? അനുസരണം കെട്ടവനോട് ആരോടാകുന്നു? ഇങ്ങനെ എങ്ങനെയാ അവർക്ക് പ്രവേശിക്കാൻ പറ്റാതായിപ്പോ? ദൈവങ്ങളെ
വിശ്വാസം നഷ്ടപ്പെട്ടാൽ നിന്റെ പേര് എന്താ? അവിശ്വാസി എന്നാ. വിശ്വാസം എവിടെ നഷ്ടപ്പെടുന്നു? ഇന്ന് നമ്മൾ വായിച്ച നമ്മുടെ കുറിവാക്യം വിശ്വാസത്തിന് വേണ്ടി പോരാടാനാണ്. ഈ വിശ്വാസം എന്ന് നഷ്ടപ്പെടുന്നു, അത് പാസ്റ്ററായാലും അത് വിശ്വാസിയായാലും അവന്റെ പേര് അവിശ്വാസി എന്ന. അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് എന്നെ പറ്റില്ല. അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഇതെന്നാ പറയാ, അവർക്ക് എന്തെങ്കിലും കളിക്കുന്നു. കഴിഞ്ഞില്ല. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക്. അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രവേശിക്കാതിരിക്കുന്നത്? നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നീ ഒരിക്കലും പ്രവേശിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ പട്ടണത്തിൽ നീ ചെല്ലത്തില്ല. അത് പൗലോസ് എബ്രായക്കാർ എഴുതുമ്പോൾ പൗലോസ് ഇപ്പൊ നമ്മൾ ആദ്യം വായിച്ച സംഖ്യാപുസ്തകത്തിൽ നിന്നും അതിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതിയിട്ട് പറയുകയാണ്, അവരെ എന്തുകൊണ്ടാണ് കടക്കാതിരുന്നത്? അവരുടെ അവിശ്വാസ നിമിത്തം അത്രേ. വിശ്വാസി എന്ന പേരുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ അവിശ്വാസമാണ് വ്യാപരിക്കുന്നതെങ്കിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, കർത്താവ് ഒരുക്കിയ കാര്യത്തിൽ നീ ചെല്ലത്തില്ല. നിന്റെ ജീവിതം വിശ്വാസം പത്താമൂല നീ യാത്ര ചെയ്യേണ്ടത്. അല്ലേ, ഒരു പാട്ടുണ്ടല്ലോ, വിശ്വാസത്താൽ എന്ന് മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. അല്ലേ, വിശ്വാസത്തിലാണ് നമ്മൾ മുന്നേറേണ്ടത്, വിശ്വാസത്തിലാണ് എല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ പറയാം, ഒന്നും അസാധ്യമല്ലേ ജയം എനിക്കുണ്ട്. ആ പാട്ട് പറയാൻ അറിയും. ആ പാട്ടൊന്ന് പറയാൻ അറിയാം. വിശ്വാസത്തിൽ നമ്മൾ മുന്നേറണം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവന്റെ പേര് അവിശ്വാസിയാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുമെന്നും ദൈവം നിന്നെ ഇല്ലായ്മയിൽ നടത്തിയെന്നും ദൈവം നിന്നെ കഷ്ടതയുടെ നടുവിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ഇത്രയൊക്കെ മാനിച്ചിട്ടും നിന്റെ വിശ്വാസം ഇന്നും പറയുകയാണ്, ഞാൻ ആ പഴയ പടകും വെള്ളമെടുത്ത് പഴയത്തോട്ട് പോയില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയാലെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി, നിന്റെ പേര് അവിശ്വാസിയാണ്. നീ കർത്താവിലേക്ക് അവിടത്തിൽ നടക്കുക. വിശ്വാസം എന്തിനെങ്കിലും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനല്ല. വിശ്വാസം ഒന്നിനും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വിശ്വാസം തന്നെയാണ്. അത് തോന്നുമ്പോ മാറ്റാനും തോന്നുമ്പോ നിനക്ക് തോന്നുന്ന പോലെ മാറ്റാൻ പറ്റുന്നില്ല. മാറ്റിയവരൊക്കെ മരുഭൂമിയിൽ പട്ടുപോയി. അവരൊറ്റ ഒരെണ്ണം ദൈവം ഒരുക്കിയ ആ ആദേശം കണ്ടില്ല. കണ്ട രണ്ട് ചെറുപ്പക്കാരുകളാരാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോ ഒരു കൂട്ടം പിന്നെയും പാപത്തിലേക്ക് പോകുമ്പോൾ യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ പോകെ സേവിക്കും. ആരെ വേണേ സേവിച്ചു. പക്ഷേ ഞാൻ അങ്ങേ അറ്റം മുതൽ എന്റെ അപ്പന് ഞാൻ ഉണ്ടായ സമയം മുതൽ മരുഭൂമിയിലാണ് വെച്ചുവിടുന്നത്. മരുഭൂമി മുതൽ ഇന്ന് വരെ ഞാൻ ആ കർത്താവിനോട് ചേർന്നിരിക്കുക. അതുകൊണ്ട് എന്റെ കുടുംബത്തെയും ഞാൻ അങ്ങനെ ചേർത്ത് നിർത്തും. പറയാം, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ പോകെ സേവിക്കും. ഈ മക്കളെ ഇന്ന് ആർക്ക് പറയാൻ പറ്റും ഞാൻ വിശ്വാസത്തിന് വേണ്ടി പോരാടാം? നമ്മൾ പറയാം, അവരെന്ത് ചെയ്ത അവരെ വാഗ്ദേശം കണ്ടില്ല. എന്തുകൊണ്ടോ? ഇറങ്ങിയപ്പോഴുള്ള വിശ്വാസം ഇല്ലാതായിപ്പോയി. എല്ലാവരുടെയും ഇറങ്ങിയപ്പോഴുള്ള വിശ്വാസം ഇന്നില്ല. ഇന്ന് നീ എന്തൊക്കെയോ ഒരു പ്രാർത്ഥന ആരാധനയായിട്ടൊക്കെ പോകുക. പക്ഷെ നിന്റെ സ്വഭാവം നീ തന്നെ ഉണ്ടാക്കണം. ഞാൻ തന്നെ നയിക്കണം, ഞാൻ തന്നെ പോകണം. ദൈവത്തെ കൂട്ടു വേണ്ട. ദൈവത്തെ കൂട്ടു വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ അനുസരിക്കണം. അല്ലേ, ആ പണ്ട് അനുസരിച്ചതുപോലെ ഇന്നും അനുസരിക്കണം. അവനാണ് യഥാർത്ഥമായി കർത്താവ് ഒരുക്കിയ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അല്ലാത്തവരൊന്നും അങ്ങോട്ട് ചെയ്യില്ല. ഇവിടെ പറയുകയാണ്, അവർക്ക് ആർക്കും അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയില്ല. വായിച്ചേ അത്രയും. പിന്നെ അടുത്ത താല്പര്യം ഇത് നമ്മോട് പറയുക അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ. അതായത് യേശുവിന്റെ അവിടെ പിതാക്കന്മാർക്ക് ഒരുക്കിയ വാഗ്ദത്ത നാട്, നമുക്കൊരുക്കിയ വാഗ്ദത്ത നാട് ഈ ഭൂമിയല്ല. നമുക്കൊരുക്കിയ വാഗ്ദത്ത നാട് ഏതാ? നമുക്കൊരുക്കിയ വാഗ്ദത്ത നാട് എവിടെയാ? അറിയോ? സ്വർഗം. അതെവിടെയാ? സ്വർഗം എവിടെയാ? അവനിപ്പോ സ്വർഗം വീടാണ്. സ്വർഗം വീടാ? ഇവരെ കാണപ്പെടുന്നതാ. ഇവരെ ചൂടത്തിൽ നോക്കണം. അക്കാലത്ത് നോക്കാൻ പാടില്ല. സ്വർഗം എവിടെ അറിയുന്നില്ല.
സ്റ്റെഫാനോസ് എവിടെ നോക്കിയിട്ട് സ്വർഗ്ഗാന്ന് പറഞ്ഞു? നിന്റെ കാര്യത്തിൽ പറഞ്ഞു അവനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ മേലോട്ട് നോക്കി, സ്വർഗ്ഗം തുറന്നിരിക്കുന്നത്, മഹിമയുടെ വലതുഭാഗത്ത് യേശു എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു. അല്ലേ? സ്വർഗ്ഗം എവിടെയാ? സ്വർഗ്ഗം മേലെയല്ലേ? അതുകൊണ്ട് അവനറിയാം, പക്ഷെ അവൻ മനഃപൂർവ്വം പറയാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവനെ കോളേജ് നോക്കണം. കോളേജ് നോക്കാൻ പൊളിയല്ല, കാരണം ഈ കൊച്ചിന് പോലും അറിയാം എവിടെയാ സ്വർഗ്ഗം. അപ്പൊ ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്കുണ്ട്. ഇല്ലേ? വിളിച്ചു വേർതിരിക്കപ്പെട്ട എല്ലാവരോടും കർത്താവ് പറയുക, മോനെ മോളെ, നിനക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു സിംഹാസനം ഒരുക്കുന്നുണ്ട്. ഞാൻ എവിടെ ഇരിക്കുന്നോ അവിടെ നിന്നെ ഞാൻ ഇരുത്തും. ഞാൻ വീണ്ടും അവിടെ നിന്നെ ചേർക്കും. അല്ലേ? നമ്മുടെ അപ്പസന്മാരായ എല്ലാവരും ലേഖനം എഴുതുമ്പോഴും അവരുടെ വാക്കുകളിലെല്ലാം യേശു വേഗത്തിൽ വരുമെന്ന് പറഞ്ഞു. അല്ലേ? അവസാന വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ആ പത്മോസിൽ നിന്ന് കാണുമ്പോൾ യേശുവിന്റെ മടങ്ങി വരവും അവന്റെ 1000 ആണ്ട് വാഴ്ചയും അവൻ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണമൊക്കെ വ്യക്തമായി കണ്ട് അവനെ എഴുതി വെച്ചു. അവരോട് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. അല്ലേ? അത് വായിക്കുന്നവരായ നമ്മുടെ പ്രത്യാശ മുഴുവൻ ഈ ഭൂമിയാണോ? ദൈവങ്ങളെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ പട്ടണമാണ്. അല്ലേ? അവിടെ ചെല്ലണമെങ്കിൽ ചുമ്മാ സാധ്യമല്ല, വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ പോരാടണം. നീ അവിശ്വാസിയാകരുത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും കണ്ണ് മഞ്ഞളിച്ച് എന്തെങ്കിലും കണ്ട് അതിന്റെ പുറകെ യാത്ര ചെയ്താൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. നിന്റെ പേര് അവിശ്വാസി എന്ന. പൗലോസ് പഴയ നിയമം എടുത്ത് വരച്ച് കാണിച്ചിട്ട് 4-ാം അധ്യായം പറയുക, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളെ പരിശുദ്ധാത്മാവ് പറയുക, നീ ഇന്ന് തീരുമാനിക്കണം, ഞാൻ ഇന്ന് മരിച്ചാൽ അല്ലെങ്കിൽ യേശു ഇന്ന് വന്നാൽ ഞാൻ അങ്ങ് എടുക്കപ്പെടുമോ? ഒരു ഭയപ്പെടാനാ പറഞ്ഞല്ലേ? ഭയപ്പെടാൻ. ഞാൻ ഭയപ്പെടണം, എന്റെ മോൻ ഭയപ്പെടണം. ഞാൻ ഇന്ന് മരിച്ചാൽ യേശുവിനും കൂടി ആയിരിക്കുമോ? ഇന്ന് കർത്താവ് പറഞ്ഞാൽ ഞാൻ എടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെടണം. പൗലോസ് പറയാ, അതുകൊണ്ട് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാക്ക് ശേഷിച്ചിരിക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇനി ഇത് ലഭിക്കാതെ പോയതിന്റെ കാരണം പറയാം. അവരുടെ ഭാഷ എന്തായിട്ട് വന്നില്ല. എടാ സന്തോഷം, നിന്റെ കുഴപ്പം എന്നാ പറഞ്ഞു? കേട്ടതൊന്നും വിശ്വാസമായിട്ട് വന്നിട്ടില്ല. ഇവിടെ പൗലോസ് പറയാ, അവരെ പോലെ. ആരെ പോലെയാ? പറഞ്ഞേ, ആരെ പോലെയാ? ദൈവത്തെ പോലെയാണ്. ദൈവം കേട്ടിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിലും പഴയ ബുദ്ധി കാണിക്കണം പറഞ്ഞ അവസ്ഥയും അവന്റെ അവസ്ഥ. സ്വന്തം എടാ, പഴയ നിയമത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ പോലെ നമ്മളും ഒരു സദ്വർത്തമാനം കേട്ടു. എന്താ ആ വർത്തമാനം? എന്നാ സദ്വർത്തമാനം? അവരെ പോലെ നമ്മൾ ഒരു സദ്വർത്തമാനം കേട്ടെന്ന് പറഞ്ഞു. എന്നാ വർത്തമാനം നമ്മൾ കേട്ടത്? നമ്മുടെ വാർത്തകൾ കാണല്ലേ? നമ്മൾ സദ്വർത്തമാനതാ. നമ്മൾ അവരെ പോലെ അവരോട് കർത്താവ് പറഞ്ഞ നിങ്ങളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് നിങ്ങളെ ഞാൻ ഒഴുകിയ പാലും തേനും ഒഴുകുന്ന വാർത്തദേശത്തേക്ക് കൊണ്ടുപോകും. ഇതായിരുന്നു അവർക്കുള്ള വാർത്തത്വം. ഇതായിരുന്നു അവർ സദ്വർത്തമാനം കൊടുത്തത്. പൗലോസ് പറയാ, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടു. അല്ലേ? പക്ഷേ അവിടെ പറയുകയാണ്, കേട്ട നമുക്ക് ഉപകാരമായിട്ട് വന്നില്ല. ഇന്ന് പല ബന്ധുക്കൂസുകാരുടെയും മാസ്റ്റർമാരുടെയും അവസ്ഥയില്ല കേട്ടോ. കേട്ടതൊന്നും ഉപകാരമായിട്ട് വരും. പ്രസംഗിക്കുന്നവൻ സ്റ്റേജ് തല്ലി പൊളിച്ചാൽ പ്രസംഗിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നും കൊടുക്കണമെന്ന് പറയുന്നവൻ 10 പൈസ കൊടുക്കില്ല. അല്ലേ? ഞാൻ ഈ പ്രസംഗികരൊക്കെ നിങ്ങൾക്ക് പഠിച്ചു നോക്കി. ഞാനിപ്പോൾ കുറേ പേര് ഈ മെയിൻ പ്രസംഗനായിട്ട് പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ ഉളർന്നു കൊണ്ടുപോകും. പക്ഷെ ഇവന്മാരെയൊക്കെ ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. ഒരു 10 രൂപ ഒരു പാവപ്പെട്ട മനുഷ്യന് കുടിക്കില്ല. കോടികൾ ആസ്തിമാർക്കുണ്ട് ഈ മാസ്റ്റർമാർക്ക്. ഈ പ്രസംഗിക്കാൻ പോകുന്ന ഈ ദേശം മുഴുവൻ അമേരിക്കയിലൊക്കെ പോകുന്നവർക്ക് കോടികൾ ആസ്തിയുണ്ട്. പക്ഷേ ഒരു പാവപ്പെട്ട മാസ്റ്ററെ കണ്ട ഇവന്മാർക്ക് പുച്ഛോ? അവർ വർത്തമാനം പറയുന്നത് ഇവന്മാർക്ക് പുച്ഛമാണ്. തന്നെയല്ല, ഇവന്മാരുടെ 10 രൂപ ഒരു പാവപ്പെട്ട ഉപദേശി അല്ലെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ ഇവിടെ ആഘോഷമായിട്ട് ജീവിക്കുക. അവർക്ക് 1000 കൊടുത്തേക്കാന്ന് ചിന്തിക്കുന്നവരില്ല.
എന്നാൽ സ്റ്റേജിൽ കയറിയ ഇവനങ്ങ് തകർക്കുക, അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇവനങ്ങ് തകർത്ത് കരിമാക്കി ചാവടി പൊളിച്ച് വിശ്വാസി ഇളകാത്തവൻ ഇളകി പോകും. പക്ഷെ എന്റെ ചോദ്യം, ദൈവങ്ങളെ, ഇവൻ അങ്ങോട്ട് ചെല്ലൂ. ഇവൻ കേൾപ്പിക്കുന്ന വചനം, ഇവൻ കേട്ട വചനം ഇവൻ ഉപകാരമായി വരുന്നില്ല. കാരണം എന്താ അറിയാമോ? അവിടെ വായിച്ചേ. വന്നില്ല. വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുന്നത്. വചനം കേട്ടിട്ട് വിശ്വാസം ഉരുവാകുന്നില്ലെങ്കിൽ വിശ്വാസിയെ നിന്റെ ജീവിതത്തിൽ കൊണ്ടൊരു ഉപകാരമില്ല. ഞാൻ സമയത്തിന്റെ ഒത്തിരി നമുക്ക് ഇന്ന് 10:30 നമ്മൾ തുടങ്ങി. ഒരു രാവിലെ ഒരു വെടിക്കെട്ടുകൊണ്ട് നമ്മുടെ 3/4 മണിക്കൂർ പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ 12 ആയാലും നിർത്തിയിലേക്ക് നമുക്ക് വെടി നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തിക്കാം. ഞാൻ ഇനി അടുത്ത ആഴ്ച കുറച്ചും കൂടെ വിശ്വാസത്തെ കുറിച്ച് വിശാലമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ആർക്കും സന്തോഷമില്ല അല്ലേ? ഈ പ്രശ്നം കേൾക്കുമ്പോൾ സന്തോഷപ്പെടുന്ന ആരാന്നറിയാമോ? ആർക്കായിരിക്കും മണിക്കൂർ ഈ പ്രശ്നം കേൾക്കുമ്പോൾ സന്തോഷപ്പെടുന്ന ആളാ? വിശ്വാസം ജീവിക്കുന്നവർ ഈ പ്രശ്നം കേട്ട സന്തോഷം അല്ലേ? ഈ അവിധി ഇങ്ങനെ ആരനെ പോലെ നടക്കുന്നവനൊന്നും ഈ പ്രസംഗം കേട്ടാൽ എഴുതി. ഇപ്പൊ നമ്മുടെ കാവേശ്വരി ചെയ്യുന്ന പോലെ എന്ന് ഞാൻ പറയുന്നില്ല. കാവേശ്വരി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവമക്കളെ, ഈ പ്രസംഗം നമ്മളെ പുളകം കൊള്ളിക്കുന്നത് എങ്ങനെ അറിയാമോ? യേശു വരുന്നതും അവന്റെ കൂടെ വാഴാമെന്ന് പറയുന്നതുമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം ഞാൻ ജീവിക്കുന്നത് പോലെ വരാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ കർത്താവേ, എനിക്ക് അങ്ങോട്ട് വരാൻ ഞാൻ സന്തോഷമേ ഉള്ളൂ, ഞാൻ മരിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ജീവൻ തരുന്നുണ്ടെങ്കിൽ ഇനി എന്റെ കാര്യങ്ങൾ എനിക്ക് തന്നിരിക്കണം. കാരണം ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു, കർത്താവെ ഞാൻ മരിക്കാൻ തയ്യാറാണ്, ഞാൻ വരുന്നു ഐശ്വര്യം. കർത്താവ് എന്നെ കൊണ്ടുപോയി. പക്ഷെ ഇന്ന് ഞാൻ പ്രസംഗിക്കുക, എനിക്ക് ഏറ്റവും സന്തോഷം കർത്താവിനോട് വാഴുന്നു. അതേപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വില യേശുവുമായുള്ള വാഴ്ചയാണ്. അല്ലാതെ നമ്മളിവിടെ ഈ കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ സ്ഥലമോ വീടോ അല്ലെങ്കിൽ വല്ല കാറോ ബംഗ്ലാവോ ഒന്നുമല്ല. അതൊക്കെ ജാതികളാണ്. അവർക്കാണ് അവർക്ക് സന്തോഷം, നമുക്കാവും സന്തോഷമല്ല. കാരണം ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകണം അല്ലേ? ഇങ്ങനെ വളരെ പറഞ്ഞു, മൺമയമാമീ ഉലകിൽ കാൺമതുമായ മന്മഹിമ സകലവുമായ മൺമയമാമീ ഉലകിൽ കാൺമതുമായ സുഖങ്ങൾ സകലവുമായ മൺമയമാമീ ഉലകിൽ കാൺമതുമായ സകലവുമായ ദൈവമക്കൾ നമുക്ക് സുഖം ആശം കേവലമീ പാരിടമോ പരമേശം. ദൈവമക്കൾ നമുക്ക് സുഖം ആസന്തേശം കേവലമീ പാരിടമോ പരമേശം. ആണോ കായത്തോരി? കേവലമീ പാരിടമോ. ഏതായി പാരിടം? ഭൂമി ആണോ? എന്ത് ഇത് വെറും എന്താ പറഞ്ഞത്? പരദേശം. പരദേശം. പരദേശം എന്ന് പറഞ്ഞാൽ തമിഴിലൊക്കെ അറിയാവുന്നതുകൊണ്ട് തോന്നുന്ന അതിന്റെ അർത്ഥം മനസ്സിലായി അല്ലേ? പരദേശി തമിഴിൽ എപ്പോഴും പറയുന്നത് പരദേശി അല്ലേ? പരദേശി എന്ന് പറഞ്ഞാൽ ആ ദേശം അവധി അല്ലെന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ ദേശം ഇതല്ല. നമ്മുടെ ദേശം എവിടെയാണ്? സ്വർഗം. സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രസംഗം കേട്ടാണ് സന്തോഷിക്കുന്നത്. കാരണം ജീവവിശുദ്ധി ഉണ്ടെങ്കിൽ സന്തോഷിക്കാം. ജീവിതം അശുദ്ധമാണെങ്കിൽ സന്തോഷിക്കാൻ ഒരു വകയില്ല. യോശുവയ്ക്കും കാലേബിനും സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം പറ്റിച്ചേർന്ന് നിന്നു. യഹോവയുടെ കോപം പ്രശ്നമല്ല. യഹോവ പറഞ്ഞ കൽപ്പനകളൊന്നും പ്രശ്നമല്ല. കാരണം അവരതൊക്കെ അനുസരിച്ചവരാണ്. അതുകൊണ്ട് അവർ പറയുകയാണോ ഞങ്ങൾ യഹോവയെ പറ്റിച്ചേർന്ന് നിൽക്കും. കർത്താവ് സത്യം ചെയ്ത് പറഞ്ഞു, ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ഓരോരുത്തരെയും കണക്കില്ല. ഈ സഭയോട് കർത്താവിന് എന്ന് പറയാനുള്ളത്, വിശ്വാസത്തിന് വേണ്ടി പോരാടിയിരിക്കുന്ന സഹോദര, നീ കേട്ടതൊന്നും നിനക്ക് ഉപകാരമായി വരാതിരിക്കരുത്. കേട്ടത് നീ ആദ്യം സത്യയോടെ കരുതിക്കൊണ്ടാൽ നിനക്കിതെല്ലാം ഉപകാരമായി വരും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാണപ്രിയൻ വരും. ഡൊണാൾഡ് ട്രംപ് ശക്തമായി മുന്നോട്ട് പോകുക. എല്ലാ രാജ്യങ്ങളെയും പുള്ളി അടിച്ചു കൊടുക്കാനാണ്. പുള്ളി രണ്ടാമത് കയറ്റിയത് തന്നെ കർത്താവിന്റെ പ്ലാനാണ്. പുള്ളി രണ്ടാമത് വന്നത് ആരായിട്ടെന്ന് അറിയാമോ? ഒറിജിനൽ യേശുവിന്റെ മകനായിട്ടാണ് പുള്ളി വന്നത്. കാരണം പുള്ളി പറയുന്നത് അമേരിക്കയിൽ ഇനി ബൈബിളാണ് മുഖ്യം. അമേരിക്കയിൽ ഇത്രയും നാൾ ബൈബിളിൽ മുഖ്യമല്ലെങ്കിൽ ഇനി മുഖ്യം ബൈബിളാണ്.
പിന്നെ മുസ്ലിംസിന്റെ ഒരു നേർവാഴ്ചയും നടക്കില്ല. പുള്ളി എല്ലാത്തിനെയും അച്ചടക്കമഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിന്റെ വരവിൽ കർത്താവിന് ചിലതൊക്കെ ചെയ്യാനുണ്ട്. അവരുടെ ട്രക്കിനെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും. ദൈവങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഒന്നുമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ പോര് യേശുവിന്റെ രാജ്യത്തേക്ക് നമ്മൾ ചെയ്യുവാനില്ല. അതിനുവേണ്ടി ഞാനും നിങ്ങൾ ഒരുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാവുന്ന സമയമാണ്. നമ്മുടെ വ്യവസായം മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കും. നമ്മൾ ആദ്യം പാടുന്ന പാട്ട് നമ്മൾ നേരത്തെ ഞാൻ പാടിയപ്പോൾ കർത്താവിന്റെ ആത്മാവിൽ ചെന്ന പാട്ടാണ്. ആ പാട്ട് നമ്മൾ പാടും. ദൈവത്തിന്റെ ഭാഗത്തോടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ആമേൻ കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ മുമ്പിലേക്ക് വരുവാൻ കർത്താവ് ഞങ്ങളോട് കാണിച്ച വലിയ കരുണയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ കേട്ട വചനം ആമേൻ ഹല്ലേലൂയ ഞങ്ങളത് ആമേൻ ഹല്ലേലൂയ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നില്ലെങ്കിൽ ആമേൻ കേട്ടതല്ല ഞങ്ങൾക്ക് അത് ആമേൻ ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ നിത്യ ആമേൻ ശിക്ഷാവിധിക്ക് അർഹരായി തീരുന്നു. ആമേൻ ദൈവത്തിന്റെ വചനം കർത്താവേ ദേവദാസിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അത് ഞങ്ങൾക്ക് കേട്ടത് അത് ഉപകാരത്തിലേക്ക് വരുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതം ആമേൻ കർത്താവ് വീണ്ടും എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ആമേൻ ഒരുക്കിയിട്ടുള്ളത് ആമേൻ ഹല്ലേലൂയ കാണുവാൻ കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഇന്ന് കർത്താവേ ദേവദാസനെ ആമേൻ ശക്തിയോടെ ബലത്തോടെ അഭിഷേകത്തോടെ കർത്താവ് അവിടെ നിർത്തിയതായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ആമേൻ ആത്മനിറവിൽ ആമേൻ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടത് ആമേൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനെ ആമേൻ കൊണ്ടു നടക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങളുടെ മേലില് ആമേൻ പകരണമെന്ന് വാൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ആമേൻ ശക്തിയാൽ കർത്താവ് തന്റെ ജനം ആരാധിക്കുന്ന കാണുവാൻ കർത്താവ് ഇടയാക്കണമേ. ആമേൻ കർത്താവ് ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ആമേൻ പൈശാചിക ശക്തികള് ആമേൻ അന്ധകാര മണ്ഡലങ്ങള് ആമേൻ കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോ ആമേൻ അഴിഞ്ഞു പോകുവാൻ കർത്താവിന്റെ കൃപ ആമേൻ കൂടെ ഇരിക്കുമാറാണ്. പാടുന്ന കുഞ്ഞിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആത്മാവിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോ ആമേൻ ഹല്ലേലൂയ അന്യായ ബന്ധനങ്ങൾ അഴിയണമേ. ആമേൻ പൈശാചിക ശക്തികള് കോട്ടകള് ആമേൻ ഹല്ലേലൂയ തകരണമേ. ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ കർത്താവെ ഞങ്ങൾ പാടി ആരാധിക്കുമ്പോ ആമേൻ വലിയൊരു സാന്നിധ്യം ഞങ്ങളുടെ ആത്മാവില് ആമേൻ നിറയുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് വാൽക്കാലം കേട്ട ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തില് ഒരു അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, ഞങ്ങളുടെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി അവർ ശേഖരിക്കുന്ന അവരുടെ ആത്മാവിൽ ശേഖരിക്കുവാൻ അവൻ വചനം കൊണ്ട് നിറയ്ക്കുന്ന അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് വാൽക്കാലം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് അവൻ നിറയ്ക്കണം. തന്റെ ജനം അവൻ ആത്മാവിൽ ആരാധിക്കുന്ന കാണുവാൻ അവൻ കർത്താവ് ഇടയാക്കട്ടെ. ആത്മനിറവിൽ ജനം ആരാധിക്കട്ടെ. അന്യഭാഷകളിൽ ദൈവം ആരാധിക്കട്ടെ. അവൻ ഹല്ലേലൂയ പുതിയ ഭാഷ, പുതിയ ശക്തി, പുതിയ ബലം അവൻ എന്റെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അവൻ ഉയർത്തുവാൻ പുതിയൊരു എണ്ണ കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യുവാൻ ഇന്ന് വാൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അവൻ നിറവിൽ അവൻ ആരാധിക്കാനുള്ള അഭിഷേകത്തോടെ തന്റെ ജനത്തെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയുടെ ഒരു സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.